ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചാപ്റ്റർ 18 ഒലിവർ ഗോൾഡ് സ്മിത്ത് ആണ് എടുക്കുന്നത്. ഒബ്ജക്റ്റീവ്സ്. ആഫ്റ്റർ റീഡിംഗ് ദിസ് ചാപ്റ്റർ യു ക്യാൻ എസ്റ്റിമേറ്റ് ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഓൾസോ കോംപ്രമൈസ് ദ കമൻസ് ഓഫ് ക്രിറ്റിക്സ്. റൈറ്ററുടെ ആറ്റിറ്റ്യൂഡ് ആണ് നമുക്ക് ഒലിവർ ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്ന മഹാനായ റൈറ്ററോടുള്ള ഈ റൈറ്ററുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മളിതിൽ കാണുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. തോമസ് ബാബിങ്ടൺ മെക്കാളെ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ഒലിവർ ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്ന മറ്റൊരു എഴുത്തുകാരനെ പറ്റിയിട്ട് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഫസ്റ്റ് ബാരൻ മെക്കാളെ PC 25 ഒക്ടോബർ 1800 ഡിസംബർ 1859 ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. 1800 മുതൽ 1859 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഉണ്ടായിരുന്നത്. വാസ് 19th സെഞ്ചുറി ബ്രിട്ടീഷ് പോയറ്റ്, ഹിസ്റ്റോറിയൻ ആൻഡ് ബിഗ് പൊളിറ്റീഷ്യൻ. അദ്ദേഹം ഒരു പോയറ്റായിരുന്നു, കവിയായിരുന്നു, അതുപോലെ ചരിത്രകാരനായിരുന്നു, അതുപോലെ ഒരു പൊളിറ്റീഷ്യനായിരുന്നു. ആൻഡ് വൺ ഓഫ് ദ 2 മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റ് ഫോർ എഡിൻബറ പാർലമെൻറ്റിലെ ഒരു മെമ്പറായിരുന്നു അദ്ദേഹം. ഹി റോട്ട് എക്സ്റ്റെൻസീവ്ലി ആസ് ആൻ എസ്സേയിസ്റ്റ് ആൻഡ് റിവ്യൂവർ. അപ്പോൾ ഒരു എസ്സേയിസ്റ്റിനായിട്ടും റിവ്യൂവറായിട്ടും അദ്ദേഹം പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ബ്രിട്ടീഷ് ഹിസ്റ്ററി, അതുപോലെ ബ്രിട്ടീഷ് ഹിസ്റ്ററിയെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. The son and the eldest child of സച്ചറി മെക്കാളെ. അപ്പോൾ എന്താണ് സണ്ണും എൽഡസ്റ്റ് ചൈൽഡൊക്കെ ആയിട്ടുള്ള എന്താണ് സച്ചാറി മെക്കാളെ, എ സ്കോട്ടിഷ് ഹൈലാൻഡർ ഹു ബിക്കെയിം എ കൊളോണിയൽ ഗവർണർ ആൻഡ് അബോളിഷനിസ്റ്റ്. അപ്പോൾ അദ്ദേഹം ഒരു കോളനിയുടെ ഗവർണറായിട്ട് മാറുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് തോമസ് വാസ് ബോൺ ഇൻ ലീസെസ്റ്റർഷൈൻ ആൻഡ് എഡ്യൂക്കേറ്റഡ് അറ്റ് ട്രിനിറ്റി കോളേജ്. ഒരു കേംബ്രിഡ്ജിലെ ട്രിനിറ്റി കോളേജിലാണ് തോമസ് എന്ന് പറയുന്ന ഇദ്ദേഹം പഠിച്ചത്. മെക്കാളെ വാസ് നോട്ടഡ് ആസ് എ ചൈൽഡ് പ്രോഡിഗി. അപ്പോൾ എന്താ അത്ഭുതകരമായിട്ടുള്ള ഒരു കുട്ടിയെ പോലെയാണ് അദ്ദേഹം. ജനിക്കുമ്പോൾ തന്നെ വളരെ അധികം കഴിവുകളുള്ള ഒരു കുട്ടിയായിരുന്നു. ആസ് എ ടോഡ്ലർ ഗേസിംഗ് ഔട്ട് ദ വിൻഡോ ഫ്രം ഹിസ് കോട്ട് at the chimneys of a local factory, he is reputed to have put the question to his mother. അദ്ദേഹം ചെറുപ്പകാലം തന്നെ അങ്ങനെ മുട്ടിലടഞ്ഞ് നടക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അമ്മയോടൊക്കെ സംശയങ്ങൾ ചോദിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഡസ് ദ സ്മോക്ക് ഫ്രം ദ ചിമ്നീസ് കം ഫ്രം ദ ഫയർ ഓഫ് ഹെൽ. അപ്പോൾ എന്താണ് ഹെല്ലിലുള്ള അല്ലെങ്കിൽ നരകത്തിലുള്ള തീയാണോ ഈ ചിമ്മിനിയിലൂടെ പുറത്തേക്ക് വരുന്നതെന്ന് ആ കുട്ടി ഫാക്ടറിയെ നോക്കിയിട്ട് ചോദിച്ചിരുന്നു ഒരു പ്രാവശ്യം. വായിച്ച് ദ കേംബ്രിഡ്ജ് ഹി റോട്ട് മച്ച് പോയട്രി ആൻഡ് വൺ സെവറൽ പ്രൈസസ്. അപ്പോൾ ചെറുപ്പകാലം മുതലുള്ള അദ്ദേഹത്തിൻ്റെ ജീനിയസ് പിന്നീട് വളരുകയും അത് കഴിഞ്ഞിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയട്രിയും അല്ല ഒരുപാട് പ്രൈസുകളൊക്കെ അദ്ദേഹം വാങ്ങിയെടുക്കുകയും ചെയ്തു. ഇൻക്ലൂഡിങ് ദ ചാൻസലേഴ്സ് ഗോൾഡ് മെഡൽ ഇൻ ജൂൺ 1921. അപ്പോൾ 1821 എന്താണ് ചാൻസലേഴ്സിൻ്റെ ഗോൾഡ് മെഡൽ. ആൻഡ് ഇൻ 1825 പബ്ലിഷ്ഡ് എ പ്രൊമിനൻറ്റ് എസ്സേ ഓൺ മിൽട്ടനെ പറ്റിയുള്ള ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള എസ്സേ അദ്ദേഹം 1825 റൈറ്റ് ചെയ്തു ഇൻ ദ എഡിൻബറോ റിവ്യൂ. അപ്പോൾ എഡിൻബറോ റിവ്യൂ എന്ന് പറയുന്ന ഇത് മാഗസിനിലാണ് അത് വരുന്നത്. ഇൻ 1826 ഹി വാസ് കോൾഡ് ടു ബാർ ബട്ട് ഷോഡ് മോർ ഇൻട്രസ്റ്റ് ഇൻ എ പൊളിറ്റീഷ്യൻ ദാൻ ലീഗൽ കരിയർ. അപ്പോൾ ഒരു പൊളിറ്റിക്കലിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ തിരിയുന്നത് 1826 കാലഘട്ടങ്ങളിലാണ്. നെവർ മാരീഡ് ആൻഡ് ഹാഡ് നോ ചിൽഡ്രൻ. അദ്ദേഹം എന്താണ് വിവാഹം കഴിക്കുകയോ കുട്ടികളുണ്ടാവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇനി അതിൻ്റെ ഗ്ലോസറി പറയുന്നുണ്ട്. ഓർഡിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വൊക്കേഷൻ ഓഫ് ദ പ്രീസ്റ്റ്. ഇപ്പോൾ പ്രീസ്റ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് പൗരോഹിത്യത്തിനാണ് ഓർഡിനേഷൻ എന്ന് പറയുന്നത്. ഗാരറ്റ് എ സ്മോൾ ഇൽ വെന്റിലേറ്റഡ് റൂം. ഗാരറ്റ് എന്ന് പറയുന്ന ചെറിയൊരു റൂം. ഗ്ലോറിയസ് ആൻഡ് ഇമ്മോർട്ടൽ മെമ്മറി, ദ പ്രൈഡ് ഓഫ് ദ ഇംഗ്ലീഷ് പീപ്പിൾ ഓവർ ദ കോൺക്വസ്റ്റ് ഓഫ് അയർലൻഡ് ഇൻ 12th സെഞ്ചുറി. ഇപ്പോൾ 12th സെഞ്ചുറിയിൽ എന്താണ് ഇംഗ്ലീഷ് പീപ്പിളുടെ ഒരു പ്രൈഡാണ് എന്തെന്ന് ഗ്ലോറിയസ് ഇമ്മോർട്ടൽ മെമ്മറി എന്ന് പറയുന്നത്. അത് അയർലൻഡിനെ കോൺകർ ചെയ്തു എന്നുള്ളതാണ് അത് പറയാനുള്ളത്. ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്, അതിൽ അയർലൻഡിനെ എന്ത് ചെയ്തു ഇവർ പിടിച്ചടക്കി. അതിന് സിനോപ്സിസ് ഒലിവർ ഗോൾഡ് സ്മിത്തിനെ പറ്റിയാണ് ഇദ്ദേഹം പറയുന്നത്, തോമസ് എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മെക്കാളെസ് ഒലിവർ ഗോൾഡ് സ്മിത്ത്. മെക്കാളെ ആണ് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ പിന്നെ ഇതിനെ പറ്റിയുള്ളൊരു ഒലിവർ ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്ന എഴുത്തുകാരനെ കുറിച്ചുള്ള കുറച്ച് മെമ്മറീസാണ് അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നത്. ഒലിവർ ഗോൾഡ് സ്മിത്ത് വാസ് വൺ ഓഫ് 5 ബയോഗ്രഫിക്കൽ ആർട്ടിക്കിൾസ് വിച്ച് ഹി കോൺട്രിബ്യൂട്ടഡ് ടു ദ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക. അപ്പോൾ എൻസൈക്ലോപീഡിയയിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു റൈറ്റപ്പ് എഴുതുന്നത്. ദ അതർ 4 വെർ ഓൺ ആറ്റർബറി, അതുപോലെ ബനിയൻ, ജോൺസൺ ആൻഡ് വില്യം പിറ്റ്. അപ്പോൾ ഇവരെക്കുറിച്ചായിരുന്നു പിന്നീട്
അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. ദീസ് ലൈവ്സ് വെർ റിട്ടൺ ഫോർ ദ 8th എഡിഷൻ ഓഫ് എൻസൈക്ലോപീഡിയ. അപ്പോൾ എൻസൈക്ലോപീഡിയയുടെ ഈ 5 എഴുത്തുകാരെ പറ്റിയിട്ട് മെക്കാളെ എഴുതിയിരുന്നത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിയയിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി, വിച്ച് വാസ് പബ്ലിഷ്ഡ് ബിറ്റ്വീൻ 1854 ആൻഡ് 1860. അപ്പോൾ ആ കാലഘട്ടത്തിൽ 1854-60 കാലഘട്ടത്തിലാണ് എൻസൈക്ലോപീഡിയയിൽ ഇതിനെ പറ്റിയിട്ട് വന്നിട്ടുള്ളത്. ഒലിവർ ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പ്ലീസിങ് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് ഓഫ് ദ 18th സെഞ്ചുറി. അപ്പോൾ 18ാം നൂറ്റാണ്ടിൽ ഏറ്റവും വളരെ പ്ലീസിങ് ആയിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു ഈ ഒലിവർ ഗോൾഡ് സ്മിത്ത്. വാസ് എ പ്രൊട്ടസ്റ്റന്റ് ആൻഡ് സാക്സൺ ഫാമിലി വിച്ച് ഹാഡ് ബീൻ ലോങ് സെറ്റിൽഡ് ഇൻ അയർലൻഡ്. അപ്പോൾ അയർലൻഡിൽ ഉണ്ടായിരുന്ന ഒരു ആംഗ്ലോ സാക്സൺ എന്ന് പറയുന്ന ഒരു കൾട്ടാണ്. ആ കൾട്ടിൻ്റെ ഫാമിലിയിലായിരുന്നു, ഒരു വർഗ്ഗമാണ്. ആ വർഗ്ഗത്തിൻ്റെ ഫാമിലിയിൽ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ആയിട്ടാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്, ഈ ഒലിവർ ഗോൾഡ് സ്മിത്ത്. And which had, like most other Protestant and Saxon families, been in troubled times, harassed and put in fear by the native population. അപ്പോൾ ആ കാലഘട്ടത്തിൽ സാക്സൺ ഫാമിലിക്ക് ഒരുപാട് പരാധീനതകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നേറ്റീവ് പീപ്പിൾ, അവിടെ ഉണ്ടായിരുന്ന ഇൻഡിജിനിയസ് ആയിട്ടുള്ള പീപ്പിൾ, നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ ഇവരെ കണ്ടമാനം ഉപദ്രവിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഹിസ് ഫാദർ ചാൾസ് ഗോൾഡ് സ്മിത്ത് സ്റ്റഡീഡ് ഇൻ ദ റീൻ ഓഫ് ക്യൂൻ ആനി അറ്റ് ഡയോസിയൻ സ്കൂൾ ഓഫ് എൽഫിൻ. അപ്പോൾ എൽഫിനിലെ ഡയോസിയൻ സ്കൂളിലാണ് ഫാദറായ ചാൾസ് ഗോൾഡ് സ്മിത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ബിക്കെയിം അറ്റാച്ച്ഡ് ടു ദ ഡോക്ടർ ഓഫ് ദ സ്കൂൾ മാസ്റ്റർ, മാരീഡ് ഹെർ. അങ്ങനെ സ്കൂൾ മാസ്റ്ററുടെ ഡോക്ടറെ അദ്ദേഹം മാരി ചെയ്യുകയും ടുക്ക് ഓർഡേഴ്സ് ആൻഡ് സെറ്റിൽഡ് അറ്റ് എ പ്ലേസ് കോൾഡ് പള്ളാസ് ഇൻ ദ കൺട്രി ഓഫ് ലോങ്ഫോർഡ്. അപ്പോൾ ലോങ്ഫോർഡിലെ പള്ളാസിൽ അങ്ങനെ അദ്ദേഹം സെറ്റിൽ ആവുകയും ചെയ്യുകയും ചെയ്തു. There he with a difficulty supported his wife and children on what he could earn. അപ്പം ചെറിയ വരുമാനത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ചു വന്നിരുന്നത്. പാർട്ട്ലി ആസ് എ കുറേറ്റ് ആൻഡ് പാർട്ട്ലി ആസ് എ ഫാമർ. അപ്പോൾ ഫാർമറായിട്ടും അതുപോലെ ഒരു കുറേറ്റായിട്ടും അദ്ദേഹം വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറ്റ് പള്ളാസ് ഒലിവർ ഗോൾഡ് സ്മിത്ത് വാസ് ബോൺ ഇൻ നവംബർ 1728. അപ്പോൾ 1728 ഒലിവർ ഗോൾഡ് സ്മിത്ത് ആ ദമ്പതികൾക്ക് ഉണ്ടാകുന്നത്. ദാറ്റ് സ്പോട്ട് വാസ് ദെൻ for all practical purposes almost was remote from the busy and splendid capital in which his later years were passed. ക്യാപിറ്റൽ സിറ്റിയിൽ നിന്ന് വളരെ അകലത്തെ ആയിട്ടാണ് ഇപ്പോഴും ആ സ്പോട്ട് ഹിസ്റ്റോറിക്കലായിട്ട് മെമ്മറൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ആസ് ആൻ ക്ലിയറിംഗ് ഇൻ അപ്പർ കാനഡ ഓർ എനി ഷീപ്പ് വാക്ക് ഇൻ ഓസ്ട്രേലിയ now is even at this day those enthusiasts who venture to make pilgrimage to the birthplace of this poet are forced to perform the later part of the journey on foot. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോകുന്ന പോലെയല്ല, ഇവിടേക്ക് എന്ത് ചെയ്യേണ്ടി വരും, കുറേ സ്ഥലം നടന്നു പോകേണ്ട അത്രയും റിമോട്ടായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഇപ്പോഴും അദ്ദേഹം ജീവിക്കുന്നത്. ദ ഹാംലെറ്റ് ലൈസ് ഫാർ ഫ്രം എനി ഹൈറ്റ് റോഡ്. അപ്പോൾ ഈ ഹാംലെറ്റ്, ഈ ഒരു കുഗ്രാമം എന്ന് പറയുന്നത് എവിടെയാണ്, കുറേയധികം റിമോട്ടായിട്ടുള്ള ഏരിയയിലാണ് നിലനിൽക്കുന്നത്. ഹാംലെറ്റ് ഓഫ് ലൈസ് ഇൻ ദ ഫാർ എനി ഹൈ റോഡ് ഓൺ എ ഡ്രയറി പ്ലെയിൻ വിച്ച് വെറ്റ് ഇൻ വെതർ. പലപ്പോഴും മഴക്കാലത്ത് വണ്ടികൾക്ക് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ വെറ്റായിട്ടുള്ള നനഞ്ഞ ചതുപ്പുള്ള ഒരു പ്രദേശമാണ് ഈ ഓഫൺ എ ലേക്ക്. പലപ്പോഴും അതൊരു തടാകം പോലെ ആവുകയും ചെയ്തിട്ടുണ്ട്. ദ ലൈൻസ് വുഡ് ബ്രേക്കപ്പ് എനി ജോണ്ടിങ് കാർ ടു പീസ്. എത്ര വലിയ കാറാണെങ്കിലും അത് പീസായി പോകുന്ന അത്രയും രീതിയിലുള്ള വിഷമകരമായിട്ടുള്ളൊരു സ്ഥലമാണത്. ആൻഡ് ദർ ആർ റെഡ്സ് ആൻഡ് സ്ലോസ് ത്രൂ വിച്ച് ദ മോസ്റ്റ് സ്ട്രോങ്ലി ബിൽറ്റ് വീൽസ് കനോട്ട് ബി ഡ്രാഗ്ഡ്. വളരെ ഓഫ് റോഡിന് ഉപയോഗിക്കുന്ന വണ്ടികൾക്ക് പോലും എത്തിച്ചേരാൻ പറ്റാത്ത, മഴക്കാലമായി കഴിഞ്ഞാൽ എത്തിച്ചേരാൻ പറ്റാത്തൊരു സ്ഥലമാണ് ഈ പറഞ്ഞ ഒലിവർ ഗോൾഡ് സ്മിത്തിൻ്റെ ജന്മദേശം എന്ന് പറയുന്നത്. വൈൽ ഒലിവർ വാസ് സ്റ്റിൽ എ ചൈൽഡ് ഹിസ് ഫാദർ വാസ് പ്രസൻറ്റഡ് ഓൺ എ ലിവിങ് വർത്ത് അബൌട്ട് 200 a year. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് ചെറിയൊരു വരുമാനത്തോടു കൂടിയാണ് അവർ ജീവിക്കുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു. ഇൻ ദ കൺട്രി ഓഫ് ഫസ്റ്റ് അമീദ്. ദ ഫാമിലി അക്കോർഡിംഗ്ലി ക്വിറ്റ് ദർ കോട്ടേജ് ഇൻ ദ വൈൽഡർനെസ് ഫോർ എ സ്പേഷ്യസ് ഹൗസ് ഇൻ ദ ഫ്രീക്വൻറ്റഡ് റോഡ്. അങ്ങനെ അവർ ആ ഒരു വൈൽഡ് ഈ കാടുകളിൽ നിന്ന് മാറി റോഡ് സൈഡിലേക്ക് ചെറുതായിട്ട് ഒരു വീടെടുത്ത് ഇങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. നിയർ ദ വില്ലേജ് ലിസോയ് എന്ന് പറയുന്ന വില്ലേജിലാണ് അവർ പിന്നെ മാറി താമസിച്ചത്. ഹിയർ ദ ബോയ് വാസ് ടോട്ട് ഹിസ് ലെറ്റേഴ്സ് ബൈ മെയ്ഡ് സെർവൻറ്റ്. വീട്ടിൽ ജോലിക്കൊക്കെ നിൽക്കുന്നവരാണ് ഈ കുട്ടി എന്ത് ചെയ്തത്, പഠിപ്പിക്കുകയും ചെയ്തത്. ആൻഡ് വാസ് സെൻഡ് ഇൻ ഹിസ് 7th year ടു എ വില്ലേജ് സ്കൂൾ കെപ്റ്റ് ബൈ ആൻ ഓൾഡ് ക്വാർട്ടർ മാസ്റ്റർ ഓൺ എ ഹാഫ് പേ. അപ്പോൾ അവിടെ ഒരു
ക്വാർട്ടർ മാസ്റ്റർ എന്ന് പറയുന്ന എന്താണ് അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. എന്താ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആളുകൾ തന്നെ ട്യൂഷനൊക്കെ എടുക്കുന്ന ഒരു ആ ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇദ്ദേഹം പഠിക്കാൻ ചെന്നത് 7 വയസ്സായ സമയത്ത്. ഹു പ്രൊഫഷൻഡ് ടു ടീച്ച് നത്തിങ് ബട്ട് റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക്. അപ്പോൾ ഈ ക്വാർട്ടർ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നവർ അത്രമാത്രം വിദ്യാഭ്യാസമുള്ളവരായിരിക്കില്ല. അവർ വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കും. അവർക്ക് എഴുതാനും വായിപ്പിക്കാനും അതുപോലെ കുറച്ച് അരിത്തമെറ്റിക്കൊക്കെ ആയിരിക്കും അവർ പഠിപ്പിച്ചു കൊടുക്കുക. ആൻഡ് ഹു ഹാഡ് എക്സോസ്റ്റിബിൾ ഫണ്ട് ഓഫ് സ്റ്റോറീസ് അബൌട്ട് ഗോസ്റ്റ്, ബാൻഷീസ് ആൻഡ് ഫെയറീസ്. അപ്പോൾ അവരുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ കഥകളും പിന്നെ അനുഭവ പാഠങ്ങളൊക്കെ ആയിരിക്കും അവർ ഈ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. About the great rapparee chiefs Balderg O'Donnell and Galloping Hogan, and about the exploits of Peterborough and Stanhope, the surprise of Mongoose, and the glorious disaster of ബ്രിഗുയ. ഇതൊക്കെയാണ് അവർ അന്ന് ഇതിനെ പറ്റിയൊക്കെയാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഇങ്ങനെയുള്ള കുറേ കഥകളൊക്കെയാണ്. ദിസ് മാൻ മസ്റ്റ് ഹാവ് ബീൻ ഓഫ് ദ പ്രൊട്ടസ്റ്റൻ്റ് റിലീജിയൻ. ഇപ്പം പ്രൊട്ടസ്റ്റൻ്റ് റിലീജിയനിലുള്ള ആൾക്കാരുടെ അടുത്താണ് ഇവർ കുട്ടിയെ വിടുന്നത്. ബട്ട് ഹി വാസ് ഓഫ് ദ അബോറിജിനൽ റേസ്. അബോറിജിനൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിലൈസ്ഡ് അല്ലാത്ത ഒരു റേസിലാണ് അവരുണ്ടായിരുന്നത്. ബട്ട് നോട്ട് ഓൺലി സ്പോക്ക് ദ ഐറിഷ് ലാംഗ്വേജ് ബട്ട് കുഡ് പോർ ഫോർത്ത് പ്രിമിഡേറ്റഡ് ഐറിഷ് വേഴ്സസ്. അതുപോലെ എന്താണ് ഐറിഷ് വേഴ്സുകളും അതുപോലെ ഐറിഷ് ലാംഗ്വേജൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ഈ മാസ്റ്റർ എന്ന് പറയുന്നത്. ഒലിവർ ഏർലി ബിക്കെയിം ആൻഡ് ത്രൂ ലൈഫ് കണ്ടിന്യൂ ടു ബി എ പാഷനേറ്റ് അഡ്മയർ ഓഫ് ഐറിഷ് മ്യൂസിക്. അങ്ങനെ അദ്ദേഹം ഈ ഐറിഷ് മ്യൂസിക്കിനോട് വലിയൊരു പാഷനേറ്റ് ആയിട്ടുള്ളൊരു അഡ്മിറേഷൻ അദ്ദേഹത്തിന് ഉണ്ടാവാൻ തുടങ്ങി. ആൻഡ് എസ്പെഷ്യലി ഓഫ് ദ കോമ്പോസിഷൻസ് ഓഫ് കരോലൻ, സം ഓഫ് ദ ലാസ്റ്റ് നോട്ട്സ് ഓഫ് ഹുസ് ഷാർപ്പ് ഹി ഹേഡ്. ഇപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഈ മ്യൂസിക് കമ്പോസിഷൻ, കരോലിൻ്റെ മ്യൂസിക് കമ്പോസിഷനോടൊക്കെ വളരെയധികം താല്പര്യം വരാൻ തുടങ്ങി. അപ്പോൾ ഈ ഐറിഷ് പഠനമാണ് അദ്ദേഹത്തിന് ഇതിന് സഹായിച്ചത്. ഹി ought to be added that Oliver, though by birth one of the English and through connected by numerous ties with established church, ഒരുപാട് ചർച്ചുമായിട്ട് പല ബന്ധങ്ങളുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. നെവർ ഷോഡ് ദ ലീസ്റ്റ് സൈൻ ഓഫ് ദാറ്റ് കണ്ടംപ്ച്വസ് ആൻറ്റിപ്പത്തി with which in his days the ruling minority in Ireland too generally regarded the subject of majority. അപ്പോൾ മെജോറിറ്റീൻ്റെ ചർച്ചിൻ്റെ നിയമങ്ങളോടൊന്നും ഇദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. സോ ഫാർ ഇൻഡീഡ് വാസ് ഹീ ഫ്രം ഷെയറിങ് ദ ഒപ്പീനിയൻസ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദ കേസ്റ്റ് ടു വിച്ച് ഹീ ബിലോങ്ഡ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനിച്ചു വളർന്ന ആ ഒരു കേസ്റ്റിനോടും അതിനോടൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. ഈ മെജോറിറ്റിയുടെ എല്ലാ താല്പര്യങ്ങൾക്കും അദ്ദേഹം വഴങ്ങിയിരുന്നില്ല. ദാറ്റ് ഹി കൺസീവ്ഡ് ആൻ അവേർഷൻ ടു ദ ഗ്ലോറിയസ് ആൻഡ് ഇമ്മോർട്ടൽ മെമ്മറി ആൻഡ് ഈവൻ വിത്ത് ജോർജ് ദ തേർഡ് വാസ് ദ ഓൺ ദ തോൺ. അങ്ങനെ ആ ജോർജ് തേർഡ് എന്ന് പറയുന്ന രാജാവ് ഇതിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം അപ്പോൾ ജോർജ് തേർഡ് പിന്നെ കിരീടാവകാശിയായ സമയത്ത് മെയിൻറ്റൈൻഡ് ദാറ്റ് നത്തിങ് ബട്ട് ദ റെസ്റ്റോറേഷൻ ഓഫ് ദ ബാനിഷ്ഡ് ഡൈനസ്റ്റി കുഡ് സേവ് ദ കൺട്രി. അപ്പോൾ എന്താണ് ഇദ്ദേഹത്തിൻ്റെ റെസ്റ്റോറേഷൻ പീരീഡ് എന്ന് പറയുന്നൊരു കാലഘട്ടം. ആ റെസ്റ്റോറേഷന് മാത്രമേ ഇംഗ്ലണ്ടിനെ രക്ഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് വിചാരിച്ചൊരു കാലഘട്ടമായിരുന്നു. ഫ്രം ദ ഹംബിൾ അക്കാദമി കെപ്റ്റ് ബൈ ദ ഓൾഡ് സോൾജിയർ ഗോൾഡ് സ്മിത്ത് വാസ് റിമൂവ്ഡ് ഇൻ ഹിസ് 9th year. അപ്പോൾ എന്താണ് ആ ഹംബിളായിട്ടുള്ള അക്കാദമിയിൽ നിന്ന് അദ്ദേഹം 9ാമത്തെ വയസ്സിൽ അവിടുന്ന് മാറ്റപ്പെടുകയാണ് ചെയ്തത്. ഹി വെൻറ്റ് ടു സെവറൽ ഗ്രാമർ സ്കൂൾ. അങ്ങനെ ഗ്രാമർ സ്കൂളുകളിലേക്ക് അദ്ദേഹം കയറി. ആൻഡ് അക്വയർഡ് സം നോളേജ് ഓഫ് ആൻഷ്യൻ്റ് ലാംഗ്വേജ്. പഴയകാല പിന്നെ ഭാഷകളെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് അവിടുന്ന് പഠിക്കാൻ പറ്റി. ഹിസ് ലൈഫ് അറ്റ് ദിസ് ടൈം സീംസ് ടു ഹാവ് ബീൻ ഫാർ ഫ്രം ഹാപ്പി. വളരെയധികം സാഡായിട്ടുള്ള, ഹാപ്പി ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. ഈ ഹാഡ് ആസ് അപ്പിയേഴ്സ് ഫ്രം ദ അഡ്മയറബിൾ പോർട്രേറ്റ് ഓഫ് ഹിം അറ്റ് നോവൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു അഡ്മയറബിൾ പോർട്രേറ്റിലുള്ള പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഫീച്ചേഴ്സ് ഹാർഷ് ഈവൻ ടു അഗ്ലിനെസ്. അപ്പോൾ അദ്ദേഹം ഒരു വൃത്തികെട്ട ഒരു ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ജീവിതക്രമത്തിലേക്ക് അദ്ദേഹം പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ദ സ്മോൾ പോക്സ് ഹാഡ് സെറ്റ് സ്മാർക്ക് ഓൺ ഹിം. അതുപോലെ അന്നത്തെ കാലത്ത് ചിക്കൻ പോക്സ് വലിയൊരു പിന്നെ സ്മോൾ പോക്സ് എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ വലിയ ഭീതി പടർത്തിയിട്ടുള്ള കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അത് മാർക്കുകൾ അല്ലെങ്കിൽ ഈ പോക്സിൻ്റെ മാർക്കുകൾ നമുക്ക് മുഖത്തൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ വിത്ത് മോർ ദാൻ യൂഷ്വൽ സിവിയറിറ്റി. അത് വളരെ അൺയൂഷ്വലായ രീതിയിൽ വരുമ്പോൾ അവർക്ക് സ്വന്തമായൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹിസ് സ്റ്റാച്ചർ വാസ് സ്മോൾ
ആൻഡ് ഹിസ് ലിംസ് ഇൽ പുട്ട് ടുഗദർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് പ്രകൃതം തന്നെ വളരെ സ്മോളാണ്, ലിംസൊക്കെ വളരെ ചെറുതായിരുന്നു. പുട്ട് ടുഗദർ എമംഗ് ദ ബോയ്സ് ലിറ്റിൽ ടെൻഡർനെസ് ഈസ് ഷോൺ ടു പേഴ്സണൽ ഡിഫക്ട്സ്. അപ്പോൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡിഫക്റ്റുകളൊക്കെ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ട്. ആൻഡ് ദ റിഡിക്യൂൾ എക്സൈറ്റഡ് ബൈ പുവർ ഒലിവർ അപ്പിയറൻസ് വാസ് ഹൈറ്റൻഡ് ബൈ എ പെക്യുലർ സിംപ്ലിസിറ്റി ആൻഡ് ഡിസ്പോസിഷൻ ടു ബ്ലണ്ടർ വിച്ച് ഹി റിട്ടേൺഡ് ടു ദ ലാസ്റ്റ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഇങ്ങനെ അകത്തി നിർത്തപ്പെടുകയും പരിഹസിക്കപ്പെടുകയൊക്കെ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അദ്ദേഹത്തിന് വലിയൊരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഹി ബിക്കെയിം ദ കോമൺ ബട്ട് ഓഫ് ബോയ്സ്. ഒരു കഥാപാത്രം, ഒരു കോമാളി കഥാപാത്രമായിട്ട് കുട്ടികളുടെ ആയിട്ട് മാറുകയാണ്. ആൻഡ് മാസ്റ്റേഴ്സ്, അതുപോലെ മാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ കളിയാക്കാറുണ്ടായിരുന്നു. വാസ് പോയിന്റഡ് അറ്റ് എ ഫ്രൈറ്റ് ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ആൻഡ് ഫ്ലോഗ്ഡ് ആസ് എ ഡുവാൻസ്. ഒരു മന്ദബുദ്ധിയാണ് എന്നാണ് എല്ലാവരും അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, പിന്നെ കണക്കാക്കുന്നത്. ഇൻ ദ സ്കൂൾ റൂം വെൻ ഹി ഹാഡ് റൈസൺ ടു എമിനൻസ്. അപ്പോൾ അദ്ദേഹം എന്താണ് ഉയർച്ചയിലേക്ക് എത്തുമ്പോൾ ദോസ് ഹു ഹാഡ് ബാഡ് വൺസ് ഡിറൈഡഡ്, എന്താണ് നിന്ദിച്ച ആളുകളെല്ലാം എന്താണ് ഹിം റാൻസാക്ഡ് ദെയർ മെമ്മറി. അവരെല്ലാം അവരുടെ മെമ്മറിയെ തിരയുകയും ഇയാളായിരുന്നു എത്രയും വലിയ ഉയർച്ചയിലേക്ക് എത്തിയെന്ന് പിന്നീട് ചിന്തിക്കുകയും ചെയ്തു. ദെയർ മെമ്മറി ഫോർ ദ ഇവൻറ്റ്സ് ഓഫ് ദ ഏർലി ഇയേഴ്സ് ആൻഡ് റിസൈറ്റഡ് റിപ്പാർട്ടീസ് ആൻഡ് കപ്ലെറ്റ്സ് വിച്ച് ഹാഡ് ഡ്രോപ്ഡ് ഫ്രം ഹിം. അങ്ങനെ അദ്ദേഹവുമായിട്ട് എന്താണ് പാർട്ടികളൊക്കെ നടത്തുകയും ചെയ്തു. ആൻഡ് വിച്ച് ദോ ലിറ്റിൽ നോട്ടീസ്ഡ് ദാറ്റ് ടൈം വെയർ സപ്പോസ്ഡ് എ ക്വാർട്ടർ എ സെഞ്ചുറി ലേറ്റർ ടു ഇൻഡിക്കേറ്റ് ദ പവേഴ്സ് വിച്ച് പ്രൊഡ്യൂസ്ഡ് ദ വികാർ ഓഫ് വേക്ക്ഫീൽഡ് ആൻഡ് ഡിസേർട്ടഡ് വില്ലേജ്. അപ്പോൾ വികാർ ഓഫ് വേക്ക്ഫീൽഡും ഡിസേർട്ടഡ് വില്ലേജൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകളാണ്. അതിനൊക്കെ വലിയൊരു റീച്ച് എത്തുകയാണ് ചെയ്യുന്നത്. ഇൻ ഹിസ് 17th ഇയർ ഒലിവർ വെൻ്റ് അപ്പ് ടു ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ ആസ് എ സിസാർ. അവിടെ ഒരു സിസാറായിട്ട്, സിസാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെ ചെറിയ ഫൈനാൻഷ്യൽ ഹെൽപ്പൊക്കെ കിട്ടിക്കൊണ്ട് എന്താണ് ജീവിക്കുന്ന, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെയാണ് സിസാർ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ട്രിനിറ്റി കോളേജിൽ പഠിക്കുകയാണ് ചെയ്യുന്നത്. സിസാർ പെയ്ഡ് നത്തിങ് ഫോർ ഫുഡ് ആൻഡ് ട്യൂഷൻ. അപ്പോൾ അവർക്ക് ട്യൂഷനും ഫുഡിനൊക്കെയുള്ള ചെറിയ പൈസ മാത്രമേ കിട്ടാറുള്ളൂ. ആൻഡ് വെരി ലിറ്റിൽ ഫോർ ലോഡ്ജിങ്ങിനൊന്നും കിട്ടാറില്ല. ബട്ട് ദേ ഹാഡ് ടു പെർഫോം സം മീനിയൽ സർവീസസ് ഫ്രം വിച്ച് ദേ ഹാവ് ലോങ് ബീൻ റിലീവ്ഡ്. എന്താണ് മീനിയലായിട്ടുള്ള സർവീസുകളൊക്കെ അവരിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ദേ സ്വെപ്റ്റ് ദ കോർട്ട്, മിറ്റൊക്കെ അടിച്ച് വരിക. ദേ ക്യാരിഡ് അപ്പ് ദ ഡിന്നർ ടു ദ ഫെലോസിൻ്റെ ടേബിളിലേക്ക് ഡിന്നർ എത്തിക്കാൻ. ചേഞ്ച്ഡ് ദ പ്ലേറ്റ്സ് ആൻഡ് പോർഡ് ദ എയിൽ. അപ്പോൾ എന്താണ് ബിയറൊക്കെ ഒഴിച്ചു കൊടുക്കുക, പാത്രങ്ങളൊക്കെ മാറ്റി കൊടുക്കുക. ഓഫ് ദ റൂളേഴ്സ് ഓഫ് ദ സൊസൈറ്റി. ഗോൾഡ് സ്മിത്ത് വാസ് ക്വാർട്ടേഡ് നോട്ട് അലോൺ ഇൻ ഗാരറ്റിൽ അദ്ദേഹം മാത്രം അല്ല ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ പുറം ഇവർ താമസിക്കുന്ന ചെറിയ ഇതാണ് പറയുന്നത്, ഗാരറ്റ് എന്ന് പറയുന്നത്. അവിടെ അദ്ദേഹത്തിൻ്റെ പുറം കുറച്ച് ആൾക്കാരും ഉണ്ടായിരുന്നു. ഓൺ ദ വിൻഡോ വിച്ച് ഹിസ് നെയിം സ്ക്രോൾഡ് ബൈ ഹിംസെൽഫ്. അദ്ദേഹത്തിൻ്റെ പേര് ആ വിൻഡോയിലൊക്കെ കൊത്തി വരച്ച് എഴുതാറുണ്ട്. ഈ സ്റ്റിൽ റീഡ് വിത്ത് ഇൻട്രസ്റ്റ്. ഇപ്പോഴും അത് വളരെ ആൾക്കാർ ഇൻട്രസ്റ്റോട് കൂടെ വായിക്കാറുണ്ട്. ഫ്രം സച്ച് ഗാരറ്റ്സ് മെനി മെൻ ആർ ലെസ് പാർട്സ് ദാൻ ഹിസ് ഹാവ് മേഡ് ദെയർ വേ ടു ദ വൂൾസാക്ക് ഓർ ദ എപ്പിസ്കോപ്പൽ ബെഞ്ച്. എന്താണ് അവർ ഗാരറ്റ് മെനിയൻ അതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ബട്ട് ഗോൾഡ് സ്മിത്ത് വൈൽ ഹി സഫേർഡ് ഓൾ ദ ഹ്യൂമിലിയേഷൻസ്. അപ്പോൾ പക്ഷേ ഗോൾഡ് സ്മിത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള എപ്പിസ്കോപ്പൽ ബെഞ്ചിലേക്കൊന്നും അദ്ദേഹം പോയില്ല. അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഇതൊക്കെ സഹിച്ച് ത്രൂ അവേ ഓൾ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഹിസ് സിറ്റുവേഷൻ ഹി നെഗ്ലക്റ്റഡ് ദ സ്റ്റഡീസ് ഓഫ് ദ പ്ലേസ്. അങ്ങനെ അദ്ദേഹം ഈ സ്റ്റഡി ഉപേക്ഷിച്ച് പോവുകയും സ്റ്റുഡ് ലോ അറ്റ് ദ എക്സാമിനേഷൻസിനൊക്കെ വളരെയധികം മാർക്ക് പറഞ്ഞ വാസ് ടേൺ ഡൗൺ ടു ദ ബോട്ടം ഓഫ് ഹിസ് ക്ലാസ് ആൻഡ് ഫോർ പ്ലേയിങ് ദ ബഫൂൺ. ഇപ്പോൾ ഒരു കോമാളിയെ പോലെ അദ്ദേഹം എന്ത് ചെയ്തു, ക്ലാസ് റൂമിൽ ആയിത്തീരുകയും അങ്ങനെ ക്ലാസ്സിലെ എക്സാമിനേഷനൊക്കെ ഫെയിൽ ആവുകയാണ് ചെയ്യുന്നത്. ഇൻ ദ ലെക്ചർ റൂം വാസ് എക്സ്ട്രീംലി റിപ്രിമാൻഡഡ് ഫോർ പമ്പിങ് ഓൺ എ കോൺസ്റ്റബിൾ. എന്താണ് ഒരു കോൺസ്റ്റബിളിനെ എന്താണ് ഹ്യൂമിലേറ്റ് ചെയ്തതിനൊക്കെ അദ്ദേഹത്തെ പിന്നെ പണിഷ് ചെയ്യുകയാണ്. ആൻഡ് വാസ് സ്കാൻഡ് ബൈ ദ ബ്രൂട്ടൽ ട്യൂട്ടർ. അങ്ങനെ അതായത് ചുവരിൽ വെച്ച് അടിയൊക്കെ കിട്ടി. ഫോർ ഗിവിങ് എ ബാൾ ടു ദ അറ്റിക് സ്റ്റോറി ഓഫ് എ കോളേജ് ടു സം ഗേ യൂത്ത്സ് ആൻഡ് ഡാംസൽസ് ഫോർ ദ ഓഫ് ദ സിറ്റീസ്. അപ്പോൾ കുറേ ആൺകുട്ടികൾക്കൊക്കെ ഇതേപോലെ എന്താണ് ബോളൊക്കെ എടുത്ത് എറിഞ്ഞു കൊടുത്തതിനൊക്കെ അദ്ദേഹത്തിന് വീണ്ടും പിന്നെ ശകാരവും അതുപോലെ പണിഷ്മെൻ്റൊക്കെ കിട്ടുകയാണ് ചെയ്യുന്നത്. വൈൽ ഒളിവർ വാസ് ലീഡിങ് അറ്റ് ഡബ്ലിൻ എ ലൈഫ്
ഡിവൈഡഡ് ബിറ്റ്വീൻ സ്ക്വാളിഡ് ഡിസ്ട്രസ് ആൻഡ് സ്ക്വാളിഡ് ഡിസിപ്പേഷൻ. അപ്പോൾ രണ്ട് രീതിയിലാണ് ഒലിവറിൻ്റെ ജീവിതം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്. വളരെ സ്ക്വാലിഡായിരുന്ന ഒരു ദുർനടത്തക്കാരനായിട്ടൊക്കെയാണ് ആ കാലഘട്ടത്തിൽ അദ്ദേഹം. ഹിസ് ഫാദർ ഡൈഡ് ലിവിങ് മിയർ പിറ്റൻസ്. അപ്പം കുറേ എന്താണ് ചെറിയ ഒരു പിന്നെ പൈസയൊക്കെ സമ്പാദിച്ചിട്ടായിരുന്നു ഫാദർ. വളരെ മീനിയലായിട്ട് ഇവർക്ക് ജീവിക്കാനുള്ള ഒന്നും അവർ സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫാദർ മരിക്കുകയും ചെയ്യുന്നു. ദ യൂത്ത് ഒബ്റ്റൈൻഡ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി. അങ്ങനെ അദ്ദേഹം ബാച്ചിലേഴ്സ് ഡിഗ്രി എങ്ങനെ കരസ്ഥമാക്കുന്നു. ആൻഡ് ലെഫ്റ്റ് ദ യൂണിവേഴ്സിറ്റി. അങ്ങനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബാച്ചിലർ ഡിഗ്രിയും കരസ്ഥമാക്കി അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. ഡ്യൂറിങ് സം ടൈം ദ ഹംബിൾ ഡ്വെല്ലിംഗ് ടു വിച്ച് ഹിസ് വിഡോവ്ഡ് മദർ ഹാഡ് റിട്ടയർഡ് വാസ് ഹിസ് ഹോം. അപ്പോൾ അദ്ദേഹത്തെ വീട്ടിലെത്തുമ്പോൾ അച്ഛനില്ല, അമ്മ മാത്രമാണുള്ളത്. വിഡോവ്ഡ് ആയിട്ടുള്ള ഭർത്താവ് മരിച്ചുപോയി. ഹി വാസ് നൗ ഇൻ ഹിസ് 21st ഇയർ. അപ്പോൾ 21ാമത്തെ വയസ്സാണ് അദ്ദേഹത്തിന്. ഇറ്റ് വാസ് നെസസറി ദാറ്റ് ഹി ഷുഡ് ഡു സംതിങ്. ഇനിയിപ്പോൾ താൻ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ലെവലിലേക്ക് അദ്ദേഹത്തിന്. ആൻഡ് ഹിസ് എഡ്യൂക്കേഷൻ സീംഡ് ടു ഹാവ് ഫിറ്റഡ് ഹിം ടു ഡു നത്തിങ് ബട്ട് ടു ഡ്രസ് ഹിംസെൽഫ് ഇൻ ഗോഡി കളേഴ്സ്. അപ്പോൾ എന്താണ് വർണ്ണശബളമായ കുറേ ഡ്രസ്സൊക്കെ എടുത്തിടാവുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി മാറ്റി എന്നല്ലാതെ എഡ്യൂക്കേഷൻ കൊണ്ട് വേറെ വലിയ മെച്ചങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഓഫ് വിച്ച് ഹി വാസ് ആസ് ഫണ്ട് ഓഫ് മാക്പി. മാക്പി എന്ന് പറയുന്നത് ഒരു തരം പക്ഷിയാണ്. അതിൻ്റെ വർണ്ണശബളമായിട്ടുള്ള തൂവൽ പോലെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ഒരു ചെക്കനായിട്ട് അദ്ദേഹം മാറുന്ന ഒരു കാഴ്ച മാത്രമാണ് കാണാൻ പറ്റിയത്. ടു ടേക്ക് ഹാൻഡ് അറ്റ് കാർഡ്സ് ടു സിങ് ഐറിഷ് എയർസ്. അപ്പോൾ ഇങ്ങനെ കാർഡുകളൊക്കെ എടുത്ത് ഐറിഷിൽ പ്ലേ ചെയ്യുക, പ്ലേ ദ ഫ്ലൂട്ട് വായിക്കുക. ടു ആംഗിൾ ഇൻ സമ്മർ ആൻഡ് ടു ടെൽ ഗോസ്റ്റ് സ്റ്റോറീസ് ബൈ ദ ഫയർ ഇൻ വിൻ്റർ. അതുപോലെ ഗോസ്റ്റ് സ്റ്റോറീസ് പറയുക. പിന്നെ ഹി ട്രൈഡ് ടു 5 or 6 പ്രൊഫഷൻസ് ഇൻ ടേൺ വിത്തൗട്ട് സക്സസ്. അങ്ങനെ 4-5 പ്രൊഫഷനിലേക്ക് അദ്ദേഹം പലതും മാറി എടുത്തു നോക്കി. അപ്പോൾ അതിലൊന്നും അദ്ദേഹത്തിന് വലിയൊരു വിജയം കണ്ടെത്താനായില്ല. ഹി അപ്ലൈഡ് ഫോർ ഓർഡിനേഷൻ. അതുപോലെ എന്താണ് പ്രീസ്റ്റ് ഹുഡിന് അദ്ദേഹം അല്ലെങ്കിൽ പള്ളി വികാരിയായി തീരാനും അദ്ദേഹം അപ്ലിക്കേഷനൊക്കെ കൊടുത്തു. അങ്ങനെ അതിനും നിന്നു. ബട്ട് ഹി അപ്ലൈഡ് ഇൻ ദ സ്കാർലറ്റ് ക്ലോത്ത്സ് ഹി വാസ് സ്പീഡ്ലി ടേൺഡ് ഔട്ട് ഓഫ് ദ എപ്പിസ്കോപ്പൽ പ്ലേസ്. അദ്ദേഹം ഇത് അണിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് തോന്നി ഇത് എനിക്ക് പറ്റിയ പണിയല്ല എന്ന് തോന്നി. അദ്ദേഹം അത് ഉപേക്ഷിച്ച് വരികയും ചെയ്തു. ഹി ദെൻ ബിക്കേം ട്യൂട്ടർ ഇൻ ആൻ ഓപ്പലൻഡ് ഫാമിലി. വളരെ വലിയൊരു ധനിക കുടുംബത്തിലെ ഒരു ഫാമിലിയിൽ ട്യൂട്ടറായിട്ട് അദ്ദേഹം പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് സൂൺ ക്വിറ്റഡ് ഹിസ് സിറ്റുവേഷൻ ഇൻ കോൺസിക്വൻസ് ഓഫ് ഡിസ്പ്യൂട്ട് അബൌട്ട് പ്ലേ. അങ്ങനെ അത് അവിടെ നിന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടുന്ന് അദ്ദേഹം മാറിപ്പോരുകയും ചെയ്യുന്നു. ദെൻ ഹി ഡിറ്റർമൈൻ ടു ഇമിഗ്രേറ്റ് ടു അമേരിക്കയിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, തീരുമാനം എടുക്കുന്നു. ഹിസ് റിലേഷൻസ് വൈൽ വിത്ത് മച്ച് സാറ്റിസ്ഫാക്ഷൻ സോ ഹിം സെറ്റ് ഔട്ട് ഫോർ കോർക്ക് ഓൺ ദ ഗുഡ് ഹോഴ്സ്. അപ്പോൾ എന്താണ് നല്ലൊരു കുതിരപ്പുറത്ത് അവരുടെ റിലേഷൻസ് എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ യാത്രയൊക്കെയാണ് ചെയ്യുന്നത്. വിത്ത് 30 pounds ഇൻ ഹിസ് പോക്കറ്റ്. ഏകദേശം 30 പൗണ്ട് ഈ പോക്കറ്റിൽ പൈസയൊക്കെ കൊടുത്തു. ബട്ട് ഇൻ 6 weeks ഈ കെയിം ബാക്ക് ആണ് മിസറബിൾ ഹാക്ക്. പക്ഷേ 6 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം തിരിച്ച് വീട്ടിലെത്തുന്ന കാഴ്ചയാണ് ബന്ധുക്കാരും സ്വന്തക്കാരൊക്കെ കണ്ടത്. വിത്തൗട്ട് എ പെന്നി, കയ്യിലൊരു പൈസയില്ല. ആൻഡ് ഇൻഫോംഡ് ഹിസ് മദർ ദാറ്റ് ദ ഷിപ്പ് ഇൻ വിച്ച് ഹി ഹാഡ് ടേക്കൺ ഹിസ് പാസേജ് ഹാവിങ് ഗോട്ട് എ ഫെയർ വിൻഡ് വൈൽ ഹി വാസ് അറ്റ് പാർട്ടി പ്ലഷർ. അപ്പോൾ എന്താണ്, ആ ഷിപ്പ് അദ്ദേഹം പാർട്ടിയിൽ ഏർപ്പെട്ട് അവിടെ അതിൻ്റെ സന്തോഷത്തിൽ കഴിഞ്ഞ സമയത്തേക്കും ഷിപ്പ് എടുത്ത് അമേരിക്കയിലേക്ക് പോകേണ്ട ഷിപ്പ് അമേരിക്കയിലേക്ക് പോവുകയും ചെയ്തു. ഇയാൾക്ക് അതിൽ കയറാനും പറ്റിയില്ല. ഇയാൾ പാർട്ടിയിലായി പോവുകയും ചെയ്തു. ഹാർഡ് സെയിൽഡ് വിത്തൗട്ട് ഹിം. അങ്ങനെ അതാണ് അമ്മയോട് പറഞ്ഞത്. ദെൻ ഹി റിസോൾവ്ഡ് ടു സ്റ്റഡി ദ ലോ. അങ്ങനെ അദ്ദേഹം ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ട് ലോ പഠിക്കാം, അല്ലെങ്കിൽ നിയമ പഠനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സ്റ്റാർട്ട് ചെയ്യാണ്. ജനറസ് കിൻസ്മാൻ അഡ്വാൻസ്ഡ് 50 pounds. അപ്പോൾ അങ്ങനെ ഒരു വളരെ ജനറസ് ആയിട്ടുള്ളൊരു ബന്ധുക്കാരൻ ഒരു 50 pound ഇദ്ദേഹത്തിന് കൊടുക്കുന്നു അതിന് വേണ്ടിയിട്ട്. വിത്ത് ദിസ് സം ഗോൾഡൻ സ്മിത്ത് വെൻ ടു ഡബ്ലിൻ. അങ്ങനെ ഡബ്ലിനിലേക്ക് അദ്ദേഹം നിയമ പഠനത്തിനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഹി വാസ് എൻറ്റീസ്ഡ് ഇൻ ടു ഗെയിമിംഗ് ഹൗസ്. അങ്ങനെ അദ്ദേഹം അവിടെ എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് ഗെയിമിങ് അല്ലെങ്കിൽ ഈ ഗാംബ്ലിംഗ് ഹൗസിലേക്ക് പോകാനുള്ള ഒരു ടെംപ്റ്റേഷൻ വരുന്നത്. ലോസ്റ്റ് എവരി ഷില്ലിങ്. അങ്ങനെ ഈ $50 അദ്ദേഹത്തിന് അവിടെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്, ചൂത് കളിച്ചിട്ട്. ആൻഡ് ദെൻ ഹി തോട്ട് ഓഫ് മെഡിസിൻ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ മെഡിസിൻ പഠിക്കാമെന്ന് വിചാരിക്കുക. എ സ്മോൾ പേഴ്സ് വാസ് മെയ്ഡ് അപ്പ്. അദ്ദേഹം ചെറിയൊരു പണമൊക്കെ ഉണ്ടാക്കി. ആൻഡ് ഇൻ ഹിസ് 24th year ഹി വാസ് സെൻഡ് ടു എഡിൻബറ. അങ്ങനെ എഡിൻബറയിലേക്ക് പോവാണ്. എഡിൻബറ ഹി പാസ്ഡ് 18 months ഇൻ നോർമൽ അറ്റൻഡൻസ് ഓൺ ലെക്ചേഴ്സ്. അങ്ങനെ 18 മാസക്കാലം നോർമൽ അറ്റൻഡൻസ് ആയിട്ട് അദ്ദേഹം പഠനം നടത്തി. ആൻഡ്
picked up some superficial information about chemistry and natural history. അപ്പോൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കുറേ ഇൻഫർമേഷനൊക്കെ കെമിസ്ട്രിയിൽ നാച്ചുറൽ ഹിസ്റ്ററിയിലൊക്കെയുള്ള ഇൻഫർമേഷനൊക്കെ അദ്ദേഹം ഗാദർ ചെയ്തു. ഹെൻസ് ഈ വെൻറ്റ് ടു ലെയ്ഡൻ. അതും കൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് പോയി, ലെയ്ഡൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. സ്റ്റിൽ പ്രിറ്റൻഡിങ് ടു സ്റ്റഡി ഫിസിക്സ്, താൻ ഫിസിക്സ് പഠിക്കാൻ പോകുകയാണെന്നും പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ മെഡിസിൻ സ്റ്റഡി അദ്ദേഹം അവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഹി ലെഫ്റ്റ് ദാറ്റ് സെലിബ്രേറ്റഡ് യൂണിവേഴ്സിറ്റി, ദ തേർഡ് യൂണിവേഴ്സിറ്റി വിച്ച് ഹി ഹാഡ് റിസൈഡഡ്. അങ്ങനെ മൂന്നാമത്തെ യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ മാറി മാറി ചെല്ലുന്നത്. ഇൻ ഹിസ് 27th year, വിത്തൗട്ട് എ ഡിഗ്രി, വിത്ത് ദ നിയറസ്റ്റ് സ്മാറ്ററിങ് ഓഫ് മെഡിക്കൽ നോളജ്. അപ്പം ചെറിയൊരു മെഡിക്കൽ നോളജൊക്കെ ആയി, ഡിഗ്രി ഒന്നും ഇല്ലാതെ, മെഡിക്കൽ ഡിഗ്രി ഒന്നും ഇല്ലാതെ അദ്ദേഹം ഇങ്ങനെ അലഞ്ഞെടുക്കാൻ, വിത്ത് നോ പ്രോപ്പർട്ടി ഇല്ല. ബട്ട് ഹിസ് ക്ലോത്ത്സ് ആൻഡ് ഹിസ് ഫ്ലൂട്ട്, അദ്ദേഹത്തിന് ആകെയുള്ള സ്വത്ത് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വസ്ത്രവും അദ്ദേഹത്തിൻ്റെ ഫ്ലൂട്ടും മാത്രം. ഹിസ് ഫ്ലൂട്ട് വർ പ്രൂവ്ഡ് എ യൂസ്ഫുൾ ഫ്രണ്ട്. അദ്ദേഹത്തിന് ഫ്ലൂട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഫ്രണ്ട് അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് പറയുന്നത്. ഈ റാമ്പിൾഡ് ഓൺ ഫൂട്ട് ത്രൂ ഫ്ലാൻഡേഴ്സ്, ഫ്രാൻസ് ആൻഡ് സ്വിറ്റ്സർലാൻഡ്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലും ഫ്ലാൻഡേഴ്സിലൂടെയും ഫ്രാൻസിലൂടെയൊക്കെ അദ്ദേഹം ഈ ഫ്ലൂട്ടും എടുത്ത് പോയി. പ്ലേയിങ് ട്യൂൺസ് വിച്ച് എവരി വെയർ സെറ്റ് ദ പ്ലസൻറ്ററി ഡാൻസിങ് ആൻഡ് വിച്ച് ഓഫൺ പ്രൊനൗൺസ്ഡ് ഫോർ ഹിം എ സപ്പർ ആൻഡ് എ ബെഡ്. എന്താണ് ആ ഒരു സപ്പറും ബെഡും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പല സ്ഥലങ്ങളിലും അലഞ്ഞു നടക്കുകയും ഇത് ഫ്ലൂട്ട് വായിക്കുകയും, അതുപോലെ പെസൻട്രി എന്ന് പറയുന്നത് എന്താണ്, പിന്നെ കർഷകരെയൊക്കെ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുകയും ചെയ്തു. വാണ്ടഡ് ആസ് ഫാർ ആസ് ഇറ്റലി, ഈ വാണ്ടഡ് ആസ് ഫാർ ആസ് ഇറ്റലിയിലും അദ്ദേഹം കുറേ അലഞ്ഞ് നടന്നു അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലൂട്ട് ഉപയോഗിച്ചുകൊണ്ട് പാടി. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമായിരുന്നു. ഹിസ് മ്യൂസിക്കൽ പെർഫോമൻസ് ഇൻഡീഡ് വെർ നോട്ട് ടു ദ ടേസ്റ്റ് ഓഫ് ദ ഇറ്റാലിയൻസ്. അപ്പോൾ ഇറ്റാലിയൻസിൻ്റെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് അല്ല അദ്ദേഹം കാഴ്ചവെച്ചത്, അവരുടെ ഒരു കൾച്ചർ വ്യത്യാസമായിരുന്നു. ബട്ട് ഹി കോൺട്രീബ്യൂട്ട് ടു ലീവ് ഓൺ ദ ആംസ് വിച്ച് ഹി ഒബ്റ്റൈൻഡ് അറ്റ് ദ ഗേറ്റ്സ് ഓഫ് കോൺവെൻറ്റ്സ്. അപ്പോൾ കോൺവെൻറ്റ്സ് എന്നൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ അപകർഷണങ്ങൾ കൊണ്ടായിരുന്നു അദ്ദേഹം ജീവിതം തള്ളി നീക്കിയത്. ഇറ്റ് ഷുഡ് ഹവർ be observed that the stories which he told about this part of his life ought to be received with great caution. അപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള പിന്നെ സ്റ്റോറീസൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ വായിക്കണം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയാണ്. ഫോർ സ്ട്രിക്റ്റ് വെറാസിറ്റി വാസ് നെവർ വൺ ഓഫ് ഹിസ് വെർച്യൂസ്. അപ്പോൾ അദ്ദേഹം ഒരു യാതൊരു കാരണവശാലും യാതൊരു തരത്തിലും സത്യസന്ധനെ ആയിരുന്നില്ല. ആൻഡ് എ മാൻ ഹൂ ഈസ് ഓർഡിനറിലി ഇന്നാക്യുറേറ്റ് ഇൻ നരേഷൻ ഈസ് ലൈക്ലി ടു ബി മോർ ദാൻ ഓർഡിനറി ഇന്നാക്യുറേറ്റഡ് വെൻ ഹി ടോക്സ് അബൌട്ട് ഹിസ് ഓൺ ട്രാവൽസ്. അദ്ദേഹത്തിൻ്റെ യാത്രകളെക്കുറിച്ച് പറയുമ്പോൾ ഈ സ്റ്റോറിയിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഇന്നാക്യുറേറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്. എവിടെയാണ് പോവുക, എപ്പോഴാണ് പോവുക, എങ്ങോട്ടാണ് പോവുക എന്നുള്ള യാതൊരു ഉറപ്പും ഇല്ലാത്ത ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഗോൾഡ്സ്മിത്ത് ഇൻഡീഡ് വാസ് സോ റിഗാർഡ്ലെസ് ഓഫ് ട്രൂത്ത് ആസ് ടു അസേർട്ട് ഇൻ ദ imprint that he was present at a most interesting conversation between വോൾട്ടയർ ആൻഡ് ഫോണ്ടനെല്ലി. ഫോണ്ടനെല്ലിന് വോൾട്ടയറിൻ്റെയൊക്കെ പ്രസംഗങ്ങളും കോൺവെർസേഷനൊക്കെ അദ്ദേഹത്തിന് വളരെ താല്പര്യമായിരുന്നു. ആൻഡ് ദാറ്റ് ദിസ് കോൺവെർസേഷൻ ടുക്ക് പ്ലേസ് ഇൻ പാരീസ്. ആ കാലഘട്ടത്തിൽ പാരീസിലെ ഏറ്റവും വലിയ പിന്നെ കോൺവെർസേഷനൊക്കെ അല്ലെ ചർച്ചാ വിഷയമായിട്ടുള്ള കോൺവെർസേഷൻസൊക്കെ ആയിരുന്നു. നൗ ഇറ്റ് ഈസ് സർട്ടൻ ദാറ്റ് വോൾട്ടയർ നെവർ വാസ് വിത്തിൻ 100 leagues of Paris during the world time which Goldsmith passed on the continent. അപ്പം കോണ്ടിനെൻറ്റിലൂടെ പോയ സമയത്ത് ഈ എന്താണ് വോൾട്ടയർ നെവർ വാസ് വിത്തിൻ ദ 100 leagues. അപ്പോൾ 100 leaguesൽ ആരുണ്ടായിരുന്നില്ല, വോൾട്ടയർ ഉണ്ടായിരുന്നില്ല. പിന്നെ 1756 ഹി ദ വാണ്ടറർ ലാൻഡഡ് അറ്റ് ഡോവർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. വിത്തൗട്ട് എ ഷില്ലിങ്, വിത്തൗട്ട് എ ഫ്രണ്ട്, ഒരു ഫ്രണ്ടും ഇല്ല, ഷില്ലിങ് കയ്യിൽ ഒരു പൈസ ഇല്ലാണ്ടാണ് അദ്ദേഹം അവിടെ എത്തുന്നത്. And without calling, he had indeed, if his own unsupported evidence may be obtained from the University of Padua a doctor's ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകണമെന്ന് വിചാരിക്കണം. ബട്ട് ദിസ് ഡിഗ്നിറ്റി പ്രൂവ്ഡ് അറ്റയർലി യൂസ്ലെസ് ടു ഹിം. അപ്പോൾ ഈ ഡിഗ്നിറ്റി കൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പിന്നീട് മനസ്സിലാക്കുന്നത്. ഇൻ ഇംഗ്ലണ്ട് ഹിസ് ഫ്ലൂട്ട് വാസ് നോട്ട് ഇൻ റിക്വസ്റ്റ്. There was no convents and he was forced to have recourse to a series of desperate expedients. അത് ഇംഗ്ലണ്ടിലെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം കുറച്ചും കൂടി മാറുകയാണ് ചെയ്യുന്നത്. അവിടെ അദ്ദേഹം ചില പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്നു. ഹി ടേൺഡ് സ്ട്രോളിംഗ് പ്ലെയർ ബട്ട് ഹിസ് ഫേസ് വാസ് ഫിഗർ വെയർ ഇൽ സ്യൂട്ടഡ് ടു ദ ബോർഡ്സ് ഈവൻ ദ ഹംബിളസ്റ്റ് തിയേറ്ററിൽ പോലും അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ആദ്യം പറഞ്ഞു ഈ സ്മോൾ ബോക്സ് ഒക്കെ കഴിയുന്നത്. He pounded drugs and ran about London with fuels for charitable chemists.
പല സ്ഥലങ്ങളിലും അദ്ദേഹം ചാരിറ്റബിൾ ആയിട്ടുള്ള കെമിസ്റ്റുകളുണ്ടോ എന്നൊക്കെ അദ്ദേഹം അന്വേഷിച്ച് നടന്നു. ഹീ ജോയിൻഡ് ദ സ്വാം ഓഫ് ബെഗേഴ്സ്, അങ്ങനെ അവസാനം അദ്ദേഹം ബെഗേഴ്സിൻ്റെ വലിയൊരു കൂട്ടത്തിൽ എത്തിച്ചേരുകയാണ്. വിച്ച് മെയ്ഡ് ഇറ്റ്സ് നെസ്റ്റ് ഇൻ ആക്സ് യാർഡ്, അങ്ങനെ ആക്സ് യാർഡിലെത്തുന്നു. ഹി വാസ് ഫോർ ദ ടൈം ആഷർ ഓഫ് എ സ്കൂൾ, അങ്ങനെ വീണ്ടും അവിടെ നിന്ന് പിന്നെ അദ്ദേഹം ഒരു സ്കൂളിൻ്റെ കാവൽക്കാരനായിട്ട് മാറുകയാണ്. ആൻഡ് ഫെൽറ്റ് the miseries and humiliations of the situation so keenly that he thought it a promotion to be permitted to earn his bread as a bookseller. അങ്ങനെ ബുക്ക് സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്നിട്ട് അദ്ദേഹം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ബട്ട് ഹി സൂൺ ഫൗണ്ട് ന്യൂയോർക്ക് മോർ ഗാലിംഗ് ദാൻ ഓൾഡ് വൺ, അതെങ്ങനെ ഓരോന്നും ഇങ്ങനെ മാറി മാറി ഏറ്റെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആൻഡ് വാസ് ഗ്ലാഡ് ടു ബിക്കം ആൻ അഷർ അഗെയിൻ, വീണ്ടും അദ്ദേഹം ഈ സെക്യൂരിറ്റിയെ പണിക്ക് പോവുകയാണ്. He obtained a medical appointment in the service of the East India Company, അങ്ങനെ മെഡിക്കൽ അപ്പോയിൻറ്റ് കിട്ടുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ബട്ട് അപ്പോയിൻമെൻറ്റ് വാസ് സ്പീഡ്ലി റിവോക്കഡ്. വൈ ഇറ്റ് വാസ് റിവോക്കഡ് വി വെയർ നോട്ട് ടോൾഡ്, പക്ഷേ അത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോയിൻമെൻറ്റ് എന്താണെന്ന് ഇതുവരെ നമ്മളോടൊന്നും ഈ കഥകളിലൊന്നും പറഞ്ഞിട്ടില്ല. ദ സബ്ജക്റ്റ് വാസ് വൺ ഓൺ വിച്ച് ഹി നെവർ ലൈക്ക് ടു ടോക്ക്. അദ്ദേഹം സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ്. ഇറ്റ് ഈസ് പ്രോബബിൾ ദാറ്റ് ഹി വാസ് ഇൻകോമ്പിറ്റൻറ്റ് ടു പെർഫോം ദ ഡ്യൂട്ടീസ് ഓഫ് ദ പ്ലേസ്. ഒരു പ്ലേസിലെ ഡ്യൂട്ടി ചെയ്യുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അത്രയ്ക്ക് വലിയ കോമ്പിറ്റൻസി ഒന്നും ഇല്ലായിരുന്നു. ദെൻ ഹി പ്രസൻറ്റഡ് ഹിംസെൽഫ് അറ്റ് സർജൻസ് ഹാൾ ഫോർ എക്സാമിനേഷൻ ആസ് എ മെയ്റ്റ് ടു നേവൽ ഹോസ്പിറ്റൽ. അപ്പോൾ നേവൽ ഹോസ്പിറ്റലിലാണ് അദ്ദേഹം പിന്നീട് എത്തിച്ചേരുന്നത്. അവിടെ ഒരു സർജൻസ് ഹാൾ ആയിട്ട് ഒരു എക്സാമിനേഷന് വേണ്ടി എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ഈവൻ സോ ഹംബിൾ പോസ്റ്റ് വാസ് First, he was found unequal. By this time, the schoolmaster, whom he had served for a morsel of food and third part of a bed, was no more. അവിടെ ഒരു സ്കൂൾ മാസ്റ്ററിൻ്റെ കീഴിലായിരുന്നു അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നത്. അദ്ദേഹം ആ സ്കൂൾ മാസ്റ്റർ മരിച്ചു പോവുകയും ചെയ്യുന്നു. പിന്നെ അവിടുന്ന് അത് കിട്ടാത്തൊരവസ്ഥയും വരികയാണ് ചെയ്യുന്നത്. നത്തിങ് റിമൈൻഡ് ബട്ട് ടു റിട്ടേൺ ടു ദ ലോവസ്റ്റ് ഡ്രഡ്ജറി ഓഫ് ലിറ്ററേച്ചർ. ഒന്നും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്ത അവസ്ഥയിലെത്തുന്നു. അദ്ദേഹം പിന്നെ ലിറ്ററേച്ചറിൽ അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കുകയാണ്. ഗോഡ് സ്മിത്ത് ടുക്ക് എ ഗാരറ്റ് ഇൻ എ മിസറബിൾ കോർട്ട് ടു വിച്ച് ഹി ഹാഡ് ടു ക്ലൈം ഫ്രം ദ ബ്രിസ്ക് ഓഫ് ഫ്ലീറ്റ് ഡിച്ച് ബൈ എ ഡേസി ലാഡർ ഓഫ് ഫ്ലാഗ് സ്റ്റോൺസ് കോൾഡ് ബ്രേക്ക് നെക്ക് സ്റ്റെപ്സ്. അപ്പോൾ അവിടെ ഒരു വളരെ വൃത്തികെട്ട ഒരു ഭാഗത്ത് അദ്ദേഹത്തിന് ചെറിയൊരു റൂം കിട്ടുകയാണ്. അതിന് ബ്രേക്ക് നെക്ക് സ്റ്റെപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം അതിൻ്റെ മുകളിലെത്താൻ. ദ കോർട്ട് ആൻഡ് ദ ആക്സെൻറ്റ് ഹാവ് ലോങ് ഡിസപ്പിയർഡ് ബട്ട് ഓൾഡ് ലണ്ടനേഴ്സ് വിൽ റിമെയിൻ ബോത്ത്. ലണ്ടനിൽ അദ്ദേഹം അവിടെ താമസാക്കുന്നത്. ഹിയർ അറ്റ് 30 ദ അൺലക്കി അഡ്വഞ്ചർ സാറ്റ് ഡൗൺ ടു ടോയിൽ ലൈക്ക് എ ഗാലി സ്ലേവ്. In the succeeding 6 years he is sent to press some things which have survived and many which have perished. അങ്ങനെ ഈ ഒരു 5-6 വർഷക്കാലം അവിടെ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും കുറേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുകയും ചെയ്തു. ഹി പ്രൊഡ്യൂസ്ഡ് ആർട്ടിക്കിൾസ് ഫോർ റിവ്യൂസ് മാഗസിൻസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. അവിടെ നിന്നിട്ട് അദ്ദേഹം ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുകയാണ് ചെയ്യുന്നത്. അതുപോലെ റിവ്യൂകൾ ന്യൂസ് പേപ്പറിലേക്കുള്ള ആവശ്യത്തിന് മാഗസിൻസിലേക്കുള്ള ചിൽഡ്രൻസ് ബുക്സ് വിച്ച് ബൗണ്ട് ഇൻ ഗിൽറ്റ് പേപ്പർ and adorned with hideous woodcuts appeared in the window of the once far framed shop at the corner of St. Paul churchyard. അവിടെ പുസ്തകങ്ങൾ, കുട്ടികൾക്ക് വളരെ രസകരമായിട്ടുള്ള പുസ്തകങ്ങൾ. ആൻഡ് ആൻ ഇൻക്വയറി ഇൻ ടു ദ സ്റ്റേറ്റ് ഓഫ് പൊളൈറ്റ് ലേണിംഗ് ഇൻ യൂറോപ്പ് വിച്ച് തോട്ട് ഓഫ് ലിറ്റിൽ ഓഫ് നോ വാല്യൂ ഈ സ്റ്റിൽ റിമൈൻഡ് അമംഗ് ഹിസ് വർക്ക്സ്. അപ്പോൾ അദ്ദേഹം എഴുതിയ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ആളുകൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. എ ലൈഫ് ഓഫ് ബ്യൂനാഷ് ഇറ്റ് ഈസ് നോട്ട് റീപ്രിൻറ്റ് വന്നിട്ടില്ലെങ്കിലും അത് ഒരു പ്രിൻറ്റ് കിട്ടിയിട്ടുണ്ട്. ദോ ഇറ്റ് വെൽ ഡിസർവ്ഡ് ടു ബി സോ. എ സൂപ്പർഫിഷ്യൽ ആൻഡ് ഇൻകറക്റ്റ് സൂപ്പർഫിഷ്യലായിട്ടുള്ളൊരു ഒരു കഥയാണ്. ബട്ട് എ വെരി റീഡബിൾ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്. പക്ഷേ അതിൽ വളരെയധികം ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററിയൊക്കെ വളരെ ലെങ്തിയിൽ പറയുന്നത്. ഇങ്ങനെ സീരീസ് ഓഫ് ലെറ്റേഴ്സ് purporting to be addressed by a noble man to his son and some very lively amusing sketches of ലണ്ടൻ സൊസൈറ്റിൻ്റെ വളരെ രസകരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹം എഴുതിയതൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട്. ഇൻ എ സീരീസ് ഓഫ് ലെറ്റേഴ്സ് purporting to be addressed by ചൈനീസ് ട്രാവലർ ടു ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ ചൈനീസ് ട്രാവലർ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന കുറേ കാര്യങ്ങൾ. ഓൾ ദീസ് വർക്ക്സ് വെർ അനോണിമസ്. അതൊക്കെ അനോണിമസ് ആണെങ്കിലും അല്ലെങ്കിൽ അറിയപ്പെടാത്തവയാണെങ്കിലും
ബട്ട് സം ഓഫ് ദം വെർ വെൽ നോൺ ടു ബി ഗോഡ് സ്മിത്ത്. അതിൽ കുറേ എണ്ണമൊക്കെ നമുക്ക് ഗോഡ് സ്മിത്തിൻ്റെ തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഹി ഗ്രാജുവലി റോസ് ഇൻ എസ്റ്റിമേഷൻ ഓഫ് ദ ബുക്ക് സെല്ലേഴ്സ് ഫോർ ഹും ഹി ഡ്രഡ്ജ് ഇറ്റ്. എന്താണ് ബുക്ക് സെല്ലേഴ്സിൻ്റെ എസ്റ്റിമേഷനിൽ ഹി വാസ് ഇൻഡീഡ് എംഫത്തിക്കലി പോപ്പുലർ റൈറ്റർ. അതിനനുസരിച്ച് അദ്ദേഹത്തിന് വരാൻ വേണ്ടി കഴിഞ്ഞു. അദ്ദേഹം ഒരു പോപ്പുലർ റൈറ്ററായിട്ട് ആ കാലഘട്ടത്തിൽ മാറുകയാണ് ചെയ്യുന്നത്. ഫോർ അക്യുറേറ്റ് റിസർച്ച് ഓർ ഗ്രേവ് ഡിസ്ക്വിസിഷൻ ഹി വാസ് നോട്ട് വെൽ ക്വാളിഫൈഡ് ബൈ മെച്ചർ ഓർ ബൈ എഡ്യൂക്കേഷൻ, ബൈ നേച്ചർ ഓർ ബൈ എഡ്യൂക്കേഷൻ. അദ്ദേഹം ഒരു ക്വാളിറ്റി കാണിക്കുക എന്ന് പറയുന്ന ലെവലിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഒരു എഡ്യൂക്കേഷനിലെയോ അല്ലെങ്കിൽ നേച്ചറിലെയോ. ഹീ ന്യൂ നത്തിങ് അക്യുറേറ്റ്ലി. ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അറിവ് എല്ലാ കാര്യത്തിനെ പറ്റിയും ഉണ്ടായിരുന്നില്ല. കുറേ കാര്യങ്ങൾ അറിയാം എന്ന് മാത്രം. റീഡിങ് ഹാഡ് നോട്ട് ബീൻ ഡിസലേറ്ററി. അതുപോലെ അദ്ദേഹത്തിൻ്റെ റീഡിങ് എന്ന് പറയുന്നത് എന്താണ്, ക്രമം ഇല്ലാതെയാണ് അദ്ദേഹം റീഡ് ചെയ്തത്. കുറേ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വായിച്ച് എന്തൊക്കെയോ അറിവുകൾ അദ്ദേഹം നേടിയെടുക്കുകയാണ്. നോർ ഹാഡ് ഹി മീഡിയേറ്റഡ് ഡീപ്ലി വാട്ട് ഹി ഹാഡ് റീഡ്. വായിച്ച സാധനത്തിനെ പറ്റി ഡീപ്പായിട്ട് അദ്ദേഹം സ്റ്റഡി ചെയ്യുമൊന്നുമില്ല. ഹി ഹാഡ് സീൻ മച്ച് ഓഫ് ദ വേൾഡ്. പക്ഷേ അദ്ദേഹത്തിന് ലോകപരിചയം ഒരുപാടുണ്ടായിരുന്നു. ബട്ട് ഹി ഹാഡ് നോട്ടീസ്ഡ് ആൻഡ് റിട്ടേൺഡ് ലിറ്റിൽ മോർ ഓഫ് വാട്ട് ഹി ഹാഡ് സീൻ ദാൻ സം ഗ്രോട്ടസ്ക്യൂ ഇൻസിഡൻസ് ആൻഡ് ക്യാരക്ടേഴ്സ് വിച്ച് ഹാഡ് ഹാപ്പൻ ടു സ്ട്രൈക്ക് ഹിസ് ഫാൻസി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാൻസിക്ക് അനുസരിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറുകൾ അതൊക്കെയായിരുന്നു അദ്ദേഹം വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇതൊക്കെയായിരുന്നു അദ്ദേഹം എപ്പോഴും ആളുകളെ റീഡേഴ്സിനെ പരിചയപ്പെടുത്തിയില്ല. ബട്ട് ദോ ഹിസ് മൈൻഡ് വാസ് വെരി സ്കാൻഡ്ലി സ്റ്റോർഡ് വിത്ത് മെറ്റീരിയൽസ്, he used what materials he had in such a way as to produce a wonderful effect. അപ്പോൾ ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ എന്തൊക്കെ മെറ്റീരിയലാണ് വേണ്ടതെന്ന് അദ്ദേഹം എപ്പോഴും റിസർച്ച് ചെയ്തിരുന്നു. there have been many great writers, but perhaps no writer was ever more uniformly agreeable. എല്ലാ റൈറ്റേഴ്സും ഒരേപോലെ എഗ്രിയബിൾ അല്ലെങ്കിൽ എല്ലാവരും സർവ്വസമ്മതനായിട്ടുള്ള ഒരു റൈറ്റേഴ്സ് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഹിസ് സ്റ്റൈൽ വാസ് ഓൾവേസ് പ്യുവർ ആൻഡ് ഈസി. വളരെ പ്യുവർ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു സ്റ്റൈലിലായിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. അതിന് ഓൺ പ്രോപ്പർ ഒക്കേഷൻസ് പോയിൻറ്റഡ് ആൻഡ് എനർജറ്റിക്. എനർജറ്റിക് ആവേണ്ട സമയത്ത് എനർജറ്റിക് ആവാനും അതുപോലെ പോയിൻറ്റഡ് ആവേണ്ട സമയത്ത് പോയിൻറ്റഡ് ആവാനും അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്ക് കഴിഞ്ഞു. ഹിസ് നാരേറ്റീവ്സ് വെർ ഓൾവേസ് അമ്യൂസിങ്, ഹിസ് ഡിസ്ക്രിപ്ഷൻസ് ഓൾവേസ് പിക്ചറസ്ക്യൂ. വളരെ ഒരു ചിത്രം വരയ്ക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അപ്പോൾ ഒരു അത്രമാത്രം വിവിഡായിട്ടുള്ള ഒരു നരേഷനായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഹിസ് ഹ്യൂമർ റിച്ച് ആൻഡ് ജോയസ്. അദ്ദേഹത്തിൻ്റെ തമാശ എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിരുന്നു. ഇറ്റ് നോട്ട് വിത്തൗട്ട് ആൻ ഒക്കേഷണൽ ടൈം ഓഫ് അമിയബിൾ സാഡ്നെസ്. അതുപോലെ അദ്ദേഹത്തെ ആ തമാശകളിലൊക്കെ അന്തർലീനമായി കിടക്കുന്ന ഒരു വ്യസനവും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അബൌട്ട് എവറിത്തിങ് ഹി ഹാഡ് റോട്ട്. അപ്പോൾ അദ്ദേഹം എഴുതിയ കാര്യങ്ങളിലൊക്കെ സീരീസ് ഓർ സ്പോർട്ടീവ്, സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ദർ വാസ് എ സർട്ടൻ നാച്ചുറൽ ഗ്രേസ് ആൻഡ് ഡെക്കോറം. അപ്പോൾ അതിലൊക്കെ ഒരു ഒരു അന്തസ്സും അതുപോലെ അതിനൊരു ഗ്രേസൊക്കെ ഉണ്ടായിരുന്നു, ഒരു സ്വാഭാവികമായിട്ടുള്ള. ഹാഡ്ലി ടു ബി എക്സ്പെക്റ്റഡ് ഫ്രം എ മാൻ എ ഗ്രേറ്റ് പാർട്ട് ഓഫ് ലൈഫ് ഹാഡ് ബീൻ പാസ്ഡ് എമംഗ് ദ തൈസ് ആൻഡ് ബർഗേഴ്സ്. അപ്പോൾ കള്ളന്മാരുടെ കൂടെയും ചൂതാട്ടക്കാരുടെ കൂടെയും അതുപോലെ ബഗ്ഗേഴ്സിൻ്റെ കൂടെയൊക്കെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇത് എഴുതുന്നത് നമുക്കൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല. അത്രമാത്രം ജീവിത ഗന്ധിയായിട്ടുള്ള കഥകൾ അല്ലെ ജീവിത അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. സ്ട്രീറ്റ് വാക്കേഴ്സ് ആൻഡ് മെറി ആൻഡ്രിയസ്. സ്ട്രീറ്റ് വാക്കേഴ്സ് അതല്ല മെറി ആൻഡ്രിയസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഈ ആളുകളൊക്കെ ചിരിപ്പിക്കാനൊക്കെ വരുന്ന എന്താ പറയുക ക്ലോൺസ് ഒക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ദോസ് ക്വാലിഡ് ഡെൻസ് വിച്ച് വേർ ദ റിപ്രോച്ച് ഓഫ് ഗ്രേറ്റ് ക്യാപിറ്റൽസ്. അപ്പോൾ ഈ വൃത്തി മലിനമായിട്ടുള്ള ഈ ജീവിത ക്രമങ്ങളിലൂടെയൊക്കെ ജീവിച്ചു വന്ന ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. ആസ് ഹിസ് നെയിം ഗ്രാജുവലി ബിക്കം നോൺ. അങ്ങനെ അദ്ദേഹം കുറേശ്ശെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സർക്കിൾ ഓഫ് അക്വൈൻറ്റൻസ് വൈൻഡൻ. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പരിചയ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ വർദ്ധിക്കാൻ തുടങ്ങി. ഹി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ജോൺസൺ. അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കവിയായിരുന്നു ജോൺസൺ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഹി വാസ് ദെൻ കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ലിവിങ് ഇംഗ്ലീഷ് റൈറ്റർ ആയിട്ട് മാറി. ആദ്യത്തെ ഇംഗ്ലീഷ് റൈറ്ററായിട്ട് അദ്ദേഹത്തിന് ആൾക്കാർ ഈ ജോൺസണാണ് ആദ്യത്തെ ഇംഗ്ലീഷ് റൈറ്ററായിട്ട് ആളുകൾ കണക്കാക്കുന്നത്. ടു റെയ്നോൾഡ്. റെയ്നോൾഡ് എന്ന് പറയുന്നത് ഒരു കവിയാണ്. അതുപോലെ ഫസ്റ്റ് ഇംഗ്ലീഷ് പെയിൻറ്റർമാരിലെ ഒരാളും കൂടിയാണ് റെയ്നോൾഡ്. ആൻഡ് ദ ബർഗ് ഹു ഹാഡ് നോട്ട് അറ്റൻഡഡ് പാർലമെൻറ്റിലേക്ക് കയറിയിട്ടുള്ള ഒരാളാണ് ബൂർക്ക് എന്ന് പറയുന്നത്. ബട്ട് ഹി ഡിസ്റ്റിങ്വിഷ്ഡ് ഹിംസെൽഫ് ഗ്രേറ്റ്ലി ബൈ ഹിസ് റൈറ്റിങ്സ് ആൻഡ്
ബൈലോക്കൻസ് ഓഫ് ഹിസ് കോൺവെർസേഷൻ. അപ്പോൾ അദ്ദേഹം ഈ ബൂക്ക് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കോൺവെർസേഷൻ കൊണ്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ടൊക്കെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. അവരൊക്കെ ഈ ഒലിവർ ഗോൾഡ് സ്മിത്തിൻ്റെ പരിചയക്കാരായി മാറുകയാണ്. വിത്ത് ദീസ് എമിനൻ്റ് മെൻ ഗോൾഡ് സ്മിത്ത് ബിക്കം ഇൻറ്റിമേറ്റ്. അവരോടൊക്കെ വളരെയധികം പെട്ടെന്ന് തന്നെ ചങ്ങാത്തം കൂടുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു ഗോൾഡ് സ്മിത്ത്. ആരെയും പെട്ടെന്ന് തന്നെ വശീകരിക്കാവുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. ഇൻ 1763 ഹി വാസ് വൺ ഓഫ് ദ 9 ഒറിജിനൽ മെമ്പേഴ്സ് ഓഫ് ദ സെലിബ്രേറ്റഡ് ഫ്രട്ടേണിറ്റി വിച്ച് വാസ് സംടൈംസ് ബീൻ കോൾഡ് ലിറ്റററി ക്ലബ്ബ്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്ത് ലിറ്റററി ക്ലബ്ബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടന ഉണ്ടായിരുന്നു. അതിലെ ഒരു മെമ്പർ കൂടിയായിരുന്നു ഈ ഒലിവർ ഗോൾഡ് സ്മിത്ത്. ബട്ട് വിച്ച് ഹാസ് ഓൾവേസ് ഡിസ്ക്ലൈംഡ് ദാറ്റ് എപ്പിതെറ്റ് ആൻഡ് സ്റ്റിൽ ഗ്ലോറീസ് ഓഫ് ദ സിമ്പിൾ നെയിം ദ ക്ലബ്ബ്. അത് പിന്നീട് അതിൻ്റെ ആ പേര് മാറ്റിയത് ക്ലബ്ബ് എന്ന പേരിൽ അറിയപ്പെടുകയാണ് ചെയ്തത്. By this time, Goldsmith had quitted his miserable dwelling at the top of the breakneck steps. അപ്പോൾ അദ്ദേഹം അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഈ ഒരു മിസറബിൾ ആയിട്ടുള്ള ഡെല്ലിങ് അല്ലെങ്കിൽ ഈ പ്ലേസ് അദ്ദേഹം ഉപേക്ഷിക്കുകയാണ്. ആൻഡ് ഹാഡ് ടേക്കൺ ചേമ്പേഴ്സ് ഇൻ ദ മോർ സിവിലൈസ്ഡ് റീജിയൻ ഓഫ് ദ ഇൻസ്കോർട്ട്. അവിടുന്ന് തന്നെ ഇൻസ്കോർട്ടിലെ കുറച്ചും കൂടി സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു വാടക വീട്ടിലേക്ക് അദ്ദേഹം മാറുകയാണ്. ബട്ട് ഹി വാസ് സ്റ്റിൽ ഓഫൺ റെഡ്യൂസ്ഡ് ടു പിറ്റിയബിൾ ഷിഫ്റ്റ്സ്. പിന്നെ അവിടുന്ന് അദ്ദേഹം പല സ്ഥലത്തേക്കും പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയാണ് ചെയ്യുന്നുണ്ടായിരുന്നു. ടുവാർഡ്സ് ദ ക്ലോസ് ഓഫ് 1764 ഹിസ് റെൻറ്റ് വാസ് സോ ലോങ് ഇൻ അരിയർ ദാറ്റ് ലാൻഡ് ലേഡി വൺ മോർണിംഗ് കോൾഡ് ഹിം ദ ഹെൽപ്പ് ഓഫ് ഷെരീഫ്സ് ഓഫീസർ. അങ്ങനെ ഒരു ദിവസം ലാൻഡ് ലേഡി എന്ത് ചെയ്തു, നിയമസഹായം തേടി ഇദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കാൻ തുടങ്ങി. ദ ഡെപ്റ്റർ ഇൻ ഗ്രേറ്റ് പെർപ്ലക്സിറ്റി ഡിസ്പാച്ച്ഡ് എ മെസ്സഞ്ചർ ടു ജോൺസൺ. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, ജോൺസൺ ഒരു കത്തെഴുതാണ്. ജോൺസൺ ഓൾവേസ് ഫ്രണ്ട്ലി ആയിരുന്നു, ജോൺസൺ എന്ന് പറയുന്ന കവി. ദോ ഓഫൺ ഷുവർലി സെൻഡ് ബാക്ക് ദ മെസ്സേജ് വിത്ത് ഗിനി ആൻഡ് പ്രോമിസ് ടു ഫോളോ സ്പീഡ്ലി. കുറച്ച് പൈസ അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പിന്നീട് ചെയ്യാമെന്ന് അദ്ദേഹം വാക്ക് കൊടുക്കുകയും ചെയ്യാം. ഹീ കെയിം ആൻഡ് ഫൗണ്ട് ദാറ്റ് ഗോൾഡ് സ്മിത്ത് ഹാസ് ചേഞ്ച്ഡ് ദ ഗിനി വിത്ത് ആൻഡ് വാസ് റെയിലിംഗ് അറ്റ് ദ ലാൻഡ് ലേഡി ഫോർ ബോട്ടിൽ ഓഫ് മെഡെയ്റ. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കിട്ടിയ പിന്നെ എടുത്തിട്ട് ലാൻഡ് ലേഡീൻ്റെ അടുത്തുനിന്ന് മദ്യം വാങ്ങി കഴിക്കുകയും അങ്ങനെ എന്ത് ചെയ്തു, അതിൻ്റെ മുകളിൽ തർക്കം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കാഴ്ചയാണ് പിന്നെ കാണുന്നത്. ജോൺസൺ പുട്ട് ദ കോർക്ക് ഇൻ ടു ദ ബോട്ടിൽ and ended his friend to consider calmly how money was to be procured. അപ്പോൾ എങ്ങനെയാണ് പണം സംഭരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ ജോൺസൺ പിന്നീട് ഇവിടെ എത്തിച്ചേരുമ്പോൾ ഈ കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഈ കാഴ്ച കണ്ടപ്പോൾ ജോൺസൺ പിന്നീട് എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെ അദ്ദേഹത്തോട് പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഗോൾഡ് സ്മിത്ത് ദാറ്റ് ഹി ഹാഡ് എ നോവൽ റെഡി ഫോർ ദ പ്രസ്. അപ്പോൾ ഗോൾഡ് സ്മിത്ത് എന്ത് പറഞ്ഞു, എനിക്കൊരു നോവലുണ്ട്, അത് റെഡി ആയിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ പ്രസ്സിലേക്ക് കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്, അതിൻ്റെ പണം കിട്ടുമെന്ന് പറയുകയാണ്. എ ലൈഫ് ഓഫ് ഗോൾഡ് സ്മിത്ത് വുഡ് ഹാവ് ബീൻ ഇൻഎസ്റ്റിമബിൾ അഡീഷൻ ടു ദ ലൈഫ്സ് ഓഫ് ദ പോയറ്റ്. അപ്പോൾ ലൈഫ്സ് ഓഫ് ദ പോയറ്റ് എന്ന് പറയുന്ന അദ്ദേഹം ഈ ജോൺസൺ എഴുതിയിട്ടുള്ളൊരു ഇതാണ് പോയറ്റുകളുടെ ലൈഫിനെ പറ്റിയിട്ട്. അപ്പോൾ അതിനൊരു വലിയൊരു സംഭാവനയാണ് ഈ ഒലിവർ ഗോൾഡ് സ്മിത്തിൻ്റെ കഥ എന്ന് പറയുന്നത്. No man appreciated Goldsmith's writing more justly than Johnson. ജോൺസണേക്കാളേറെ കഴിവുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ഗോൾഡ് സ്മിത്ത്. പക്ഷേ ആർക്കും അത് അധികം മാത്രം അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നോ മാൻ വാസ് ബെറ്റർ അക്കൻഡഡ് വിത്ത് ഗോൾഡ് സ്മിത്ത് ക്യാരക്ടർ ആൻഡ് ഹാബിറ്റ്സ്. അദ്ദേഹത്തിൻ്റെ കാരണം ഗോൾഡ് സ്മിത്തിൻ്റെ ക്യാരക്ടറും ഹാബിറ്റിനെ പറ്റിയൊന്നും ആർക്കും അറിയാൻ വേണ്ടി ശരിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. നോ മാൻ വാസ് മോർ കോമ്പിറ്റൻറ്റ് ടു ഡെലിനേറ്റ് വിത്ത് ദ ട്രൂത്ത് ആൻഡ് സ്പിരിറ്റ് the peculiarities of mind in which the great powers were found in company with great weakness. അപ്പോൾ ഒരുപാട് പവറുകളുള്ള, ഒരുപാട് ശക്തികളുള്ള, ഒരുപാട് ലിറ്ററേച്ചറുമായിട്ട് ബന്ധമുള്ള ഒരാൾ, ഒരുപാട് വീക്ക്നെസ് ഉള്ള ഒരാൾ, ഇതാണ് ഗോൾഡ് സ്മിത്ത് എന്ന് പറയുന്നത് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ബട്ട് ദ ലിസ്റ്റ് ഓഫ് പോയറ്റ്സ് works Johnson was requested by the booksellers to furnish the preface ended with Littleton who died in 1773. അങ്ങനെ 1773 അദ്ദേഹം മരിക്കുന്നത്. The line seems to have been drawn expressly for the purpose of excluding the person those portraits would have mostly fitly closed to the series. ഈ സീരീസുമായിട്ട് ഏറ്റവും കൂടുതൽ ഫിറ്റ് ചെയ്യുന്ന, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളൊക്കെ ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഗോൾഡ് സ്മിത്ത് ഹവർ ഹാസ് ബീൻ ഫോർച്യുനേറ്റ് ഇൻ ഹിസ് ബയോഗ്രഫേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് ബയോഗ്രഫേഴ്സ് ഗോൾഡ് സ്മിത്തിൻ്റെ ജീവിതകഥ എഴുതാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ആളാണ് റിട്ടേൺ ബൈ മിസ്റ്റർ പ്രിയർ, മിസ്റ്റർ വാഷിങ്ടൺ ഇർവിങ്, അതുപോലെ മിസ്റ്റർ ഫോസ്റ്റർ. ഇവരൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നത്. ദ ഡെലിജൻസ് ഓഫ് ദ പ്രിയർ ഡിസേർവ്സ് ഗ്രേറ്റ് പ്രൈസ്.
അപ്പോൾ ഡെലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഇദ്ദേഹത്തിൻ്റെ ഉത്സാഹം ആണ് ശരിക്കും പിന്നെ പ്രിയറിൻ്റെ വർക്കിലും കാണുന്നത്. വാഷിങ്ടൺ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ പ്ലീസിങ് ആയിട്ടുള്ള രീതിയിലാണ് അദ്ദേഹത്തെ എഴുതിയിട്ടുള്ളത്. ഹയസ്റ്റ് പ്ലേസ് മസ്റ്റ് ബി ജസ്റ്റിസ് ആൻഡ് അസൈൻഡ് ടു ദ എമ്യൂണിറ്റി എൻറ്ററിങ് ഇൻ ദ വർക്ക് ഓഫ് റോസ്റ്റർ വളരെ നീതിയുക്തമായ രീതിയിലും അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗാരിക്ക് എന്ന് പറയുന്ന എന്താണ് ഫേമസ് ഷേക്സ്പിയറിയൻ ആക്ടറാണ്. എൻ്റെ തിയററ്റിക്കൽ മാനേജർ ഓഫ് ദ 18th സെഞ്ചുറിയാണ്. കല്യാൺ കംബർലാൻഡ് എന്ന് പറയുന്നത് എന്താണ്, ഹു കല്യാണ്. റിച്ചാർഡ് കുംബർലാൻഡ് റൈറ്റേഴ്സ് ഓഫ് ദ സെൻറ്റിമെൻ്റൽ കോമഡീസിൻ്റെ റൈറ്ററാണ്. ഇനി ഹോറസ് വാൽപോൾ എന്ന് പറയുന്നത് എന്താണ്, ഹൊറാസ് വാൽപോൾ എന്ന് പറയുന്നത് ലിറ്റററി ഫിഗർ ഓഫ് 18th സെഞ്ചുറി, ഫേമസ് ഫോർ ഹിസ് ലെറ്ററുകൾക്ക് ഫേമസ് ആയതാണ്. ഇനി ചാമിയർ എന്ന് പറയുന്ന ക്യാപിറ്റൽ ഫെഡറിക് ചാമിയർ ആണ്, പോപ്പുലർ റൈറ്ററാണ് അദ്ദേഹം. സ്റ്റോറീസ്. ലിറ്റിൽട്ടൺ എന്ന് പറയുന്നത് ജോർജ് ലിറ്റിൽട്ടൺ ആണ്, ഇൻഫ്ലുവൻഷ്യൽ പോയറ്റാണ്. ഫ്രണ്ട്ലി പോപ്പ് തോംസൺ. ചാൾസ് ഗോൾഡ്സ്മിത്ത് സ്റ്റഡി ഇൻ ദ റീൻ ഓഫ് ഡാഷ് അറ്റ് ഡയോസിൻ. എവിടെയാണ് പഠിച്ചിട്ടുള്ളത് ചാൾസ് ഗോൾഡ്സ്മിത്ത്? ക്യൂനാനിൻ്റെ ഡയോസിനാണ്. The family accordingly quitted the covetous and spacious house, frequented the road, never near the village of ഏതാണ് വില്ലേജ്, അത് പറഞ്ഞിരുന്നത് ലിസോയി എന്ന് പറയുന്ന വില്ലേജിൻ്റെ അടുത്താണ്. ഗോൾഡ് സ്മിത്ത് ആയിട്ട് ചേഞ്ച്ഡ് ഗിനി ആൻഡ് ഷില്ലിങ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗോൾഡ് സ്മിത്ത് മഡേറ എന്ന് പറയുന്ന മദ്യം വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ലാൻഡ് ലേഡിയായിട്ട് തല്ലുണ്ടാക്കിയത്. എ ലൈഫ് ഓഫ് ഗോൾഡ് സ്മിത്ത് വുഡ് ഹാവ് ബീൻ ഇൻഎസ്റ്റിമബിൾ അഡീഷൻ ടു ദ ലൈഫ്സ് ഓഫ് ദ പോയറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം എന്താണ് ജോൺസൺ എഴുതിയ ഒരു എന്താണ് ജീവചരിത്രമാണ്. ഇനി ഇൻ സക്സീഡിങ് ഡാഷ് ഹീസ് സ്പെൻഡ് എന്താണ് 6 years ആണ് അദ്ദേഹം, അടുത്ത 6 വർഷം എന്താണ് ഹിസിൻ്റെ പ്രസ് സംതിങ്സ് വിത്ത് ഹി സർവൈവ്ഡ് മെനി ഓഫ് ഹിസ് വെറിസ്റ്റ്. ഇനി ഷോർട്ട് ഇൻ വാട്ട് വേ ദ ഗോൾഡ് സ്മിത്ത് ഡിഫറെൻറ്റ് ഫ്രം മെൻ ഓഫ് ഒറിജിൻ ഇൻ നെതർലാൻഡ്. മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തനായതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് വീക്ക്നെസ്സും അതുപോലെ തന്നെ കുത്തഴിഞ്ഞ ജീവിതമാണ് മറ്റുള്ള പോയറ്റുകളിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തം. പക്ഷേ അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട്, അതേപോലെ തന്നെ അദ്ദേഹത്തിന് വീക്ക്നെസ്സും ഉണ്ട്. ഹൗ ഡിഡ് ഹി മാനേജ് ടു ട്രാവൽ പെന്നിലെസ് ആയിട്ട് അദ്ദേഹം പോയത് എങ്ങനെയാണ്, ബെഗറായിട്ടും ഫ്ലൂട്ട് വായനക്കാരനൊക്കെ ആയിട്ടാണ് ജീവിതം അദ്ദേഹം കഴിച്ചത്. പോയത് പല സ്ഥലങ്ങളിലും എന്താണ് ഭിക്ഷ എടുത്തിട്ടൊക്കെയാണ് അദ്ദേഹം പണം അന്നത്തിനുള്ള പണം കണ്ടെത്തിയത്. വാട്ട് വാസ് ജോൺസൺ കമൻറ്റ് ഓൺ ഗോൾഡ്സ്മിത്ത് നോളജ് സുവോളജിനെ പറ്റിയിട്ട് ജോൺസൺ കമൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് നരേറ്റ് അബൌട്ട് ഗോൾഡ്സ്മിത്ത് വാണ്ടറിങ് ടിൽ സെറ്റിൽ ഡൗൺ ഇൻ ആസ് എ റൈറ്റർ ആവുന്നത് വരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകഥയെ പറ്റിയിട്ട് പറയുന്നത് അത് ഫസ്റ്റിലത്തെ ഭാഗം തന്നെയാണ് ശരിക്കും. മേക്ക് ആൻ എസ്റ്റിമേറ്റ് ഗോൾഡ്സ്മിത്ത് മറ്റസ്റ്റ് കോണ്ടെക്സ്റ്റ് സെൻറ്റിമെൻ്റൽ പ്ലേസ് ദാറ്റ് വെയർ റിട്ടേൺ ഇൻ ഹിസ് ടൈം. അപ്പോൾ എന്താണ് ഒരു ഡ്രമാറ്റിസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്തായിരിക്കും ക്വാളിറ്റീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റീസ് എഴുതിയാൽ മതി. റീകൺസ്ട്രക്ട് ആഫ്റ്റർ മെക്കാളെ എ പോർട്രേറ്റ് ഓഫ് ഗോൾഡ് സ്മിത്തിനെ പറ്റിയിട്ട് ഒരു കഥ അല്ലെങ്കിൽ ഒരു ചിത്രീകരണം നടത്താനാണ് പറയുന്നത്. ഇത്രയാണ് ഇതിലുള്ളത്. ഓക്കെ, താങ്ക് യു.